കാളിദാസൻ അവസാന ഭാഗം. രചന സൂര്യ രാജേഷ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ഈ സമയമാണ് നൈനിക വയലോരത്തിൽ നിൽക്കുന്ന ആ വലിയ മരത്തിന് പുറകിലായി തങ്ങൾ നോക്കിന്ന് പൊട്ടിച്ചിരിക്കുന്ന ശീരുവിനെയും നീലുവിനെയും കണ്ടത്. മിത്രയും നൈനികയും കണ്ണടക്കാതെ മരച്ചോട്ടിലേക്ക് തന്നെ നോക്കിക്കുന്നുണ്ട്. കേശുവിനെന്തോ സംശയം തോന്നി. എന്താ ഇവരിങ്ങനെ ഇപ്പൊ സ്റ്റാച്ചു ആയത് എന്ന ഭാവത്തിൽ അവന് ആ ദിശയിലേക്ക് നോക്കി. അപ്പോഴാണ് മരത്തിന്റെ പിന്നിൽ നിന്ന് ഒളിഞ്ഞു മറഞ്ഞിരിക്കുന്ന നീലുവിനെയും ചീരുവിനെയും അവൻ വ്യക്തമായി കണ്ടത്. ഒരു നിമിഷം കേശുവിന്റെ മുഖത്ത് ചിരി തെളിഞ്ഞു. അവൻ അവിടെ തന്നെ നിന്ന് ശബ്ദമുയർത്തി വിളിച്ചു കൂവി, "ഏടുവാ, മരത്തോട് പ്രണയൊന്നും വേണ്ട, നേരെ ഇറങ്ങി വാ." അത് കേട്ടതും മരത്തിന്റെ പിന്നിലെ ചിരി പെട്ടെന്ന് സ്റ്റോപ്പ്. നീലു ചിരുവിന്റെ ചെവിയിൽ പിച്ച് പിച്ചായി പറഞ്ഞു, "കണ്ടുപിടിച്ചു, ഇനി ഓടണോ?" ചീരു കണ്ണു വലിച്ചുകൊണ്ട് പറഞ്ഞു, "ഓടിയാ പിന്നെ കൂടി പണി വരും, നിക്കാം, അതാ ആരോഗ്യത്തിന് നല്ലത്." ഇതിനിടെ കേശു തിരിഞ്ഞ് കണ്ണിറുക്കി ചിരിച്ചുകൊണ്ട് ദാസനോട് ചോദിച്ചു, "ഡാ, ഇവരെന്താ ഇവിടെ?" ചീരു നീലും നടന്ന് അവർക്കെതിരെ വന്നു നിന്നു. വന്നത് എന്തോ വലിയ യുദ്ധം ജയിച്ച ഹീറോയിൻ സ്റ്റൈലിൽ ഒളികണ്ണിട്ട് നൈനികയും മിത്രയും നോക്കി. പക്ഷേ ചെളിയിൽ പൂണ്ടിൽക്കുന്ന അവരുടെ അവസ്ഥ കണ്ടത് നൈനിക്കും മിത്രക്കും അറിയാതെ ചിരി പൊട്ടിപ്പോയി. അത് ചെറിയ ചിരിയായിരുന്നില്ല, ഒരു പൊട്ടി ചിരി തന്നെയായിരുന്നു. ആ ചിരി നൈനികയുടെ നെഞ്ചിൽ നേരെ വന്ന് വീണു. "എന്നെ കളിയാക്കി ചിരിക്കുന്നു." അവൾക്കത് ജീവിതത്തിലെ ഏറ്റവും വലിയ അപമാനം പോലെ തോന്നി. "തങ്ങളുടെ വാലി കെട്ടാൻ പോലും യോഗ്യതയില്ലാത്ത രണ്ട് പെൺപിള്ളേരാ ഞങ്ങളെ കണ്ട് ചിരിക്കുന്നത്." ആ സമയം തന്നെ നൈനികയുടെ കണ്ണിൽ ദേഷ്യം നിറഞ്ഞു. പക്ഷെ ഒരു സംശയം കൂടി, ഇവർക്കെന്താ ഇത്ര ധൈര്യം? നമ്മൾ നോക്കി ചിരിക്കാൻ ഇവർക്ക് ആരാണ് പിൻബലം കൊടുക്കുന്നത്? ആളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് "ചീരു" എന്ന് കേളുവിന്റെ ശബ്ദത്തിൽ ഒറ്റ വിളി. അപ്പോൾ നൈനികയുടെ തലയിൽ ലൈറ്റ് ബൾബ് തെളിഞ്ഞു. "ചീരു? അപ്പൊ ജാനകി പറഞ്ഞ ദാസന്റെ മുറപ്പെണ്ണ് ഇവളാണോ?" നൈനിക അടിമുടി അവളെ ഒന്ന് സ്കാൻ ചെയ്തു. "നിറം വെളുത്താന്ന് സമ്മതിക്കാം, പക്ഷേ അയ്യോ എന്തൊരു സൗന്ദര്യം എന്നൊന്നും പറയാൻ പറ്റില്ല. വേഷം ഒരു സാധാരണ പാവാടയുടുപ്പും, അതും അല്പം നരച്ചത്." നൈനിക മനസ്സിൽ പറഞ്ഞു. "ഇവളാണ് ആ മുറപ്പെണ്ണ്? സീരിയസ്ലി?" മിത്ര ചെവിയിൽ പതുക്കെ പറഞ്ഞു. കേശുവിന്റെ വാക്കുകൾ വയലോരത്തൊന്നും മുഴങ്ങി. പോയിക്കോ, ഇനി ഇവിടെ നിന്ന് താളം തുള്ളണ്ട, നേരത്തെ വീട് പിടിക്കാൻ നോക്ക്." അത് പറഞ്ഞവന്റെ ശബ്ദത്തിൽ അല്പം പരിഹാസവും അല്പം അധികാരവും കലർന്നിരുന്നു. പക്ഷെ അവന്റെ അരികിൽ നിന്ന ദാസൻ ഒരക്ഷരം പോലും മിണ്ടിയില്ല. അവൻ ദൂരെ എവിടെയോ കണ്ണിട്ട് നിൽക്കുകയായിരുന്നു. വയലിന്റെ അറ്റത്ത് മഞ്ഞു പിടിച്ച പച്ചപ്പിലേക്കോ അല്ലെങ്കിൽ അവനുള്ളിൽ മാത്രം കാണുന്ന ഏതോ ഓർമ്മകളിലേക്കോ. നൈനികയുടെ കണ്ണുകൾ ആ മൗനത്തിലേക്ക് പതിഞ്ഞു. അവനവളെ നോക്കുന്നില്ല, അറിയാതെ പോലും, ശ്രദ്ധയോടെ തന്നെ ഒഴിവാക്കുന്ന പോലെ. അവന്റെ മുഖത്തൊരു താളം തെറ്റലുമില്ല, ഒരു കൗതുകവുമില്ല, ഒരു പ്രതികരണവുമില്ല. അത് തന്നെയാണ് നൈനികയെ കൂടുതൽ അലോസരപ്പെടുത്തിയത്. അവനവളെ ഇഷ്ടമില്ല. അവൾക്കുള്ളിൽ ഒരു ഉറച്ച ബോധം രൂപപ്പെട്ടു. ദാസൻ അവളെ ഇഷ്ടമല്ല. അവന്റെ കണ്ണുകൾ പോലെ അവളെ തേടാൻ മടിക്കുന്നു. അത് തിരിച്ചറിഞ്ഞ നിമിഷം നൈനികയുടെ ചുണ്ടിൽ ഒരു ചെറിയ പൂച്ചച്ചിരി വിരിഞ്ഞു. ഇതെല്ലാം നോക്കി നിന്ന ദാസൻ സാധാരണ ശബ്ദത്തിൽ തന്നെ അവൻ നൈനികയോടും മിത്രയോടുമായി പറഞ്ഞു, "ഇനി നിങ്ങളിവിടെ നിൽക്കണ്ട, പോയി കുളിച്ച് ഫ്രഷായി ചെളിയൊക്കെ കഴിക്കളയാൻ നോക്ക്. ഇന്ന് മതി, ഇനി നാളെ നോക്കാം." അത്രയേ ഉള്ളൂ. അധികം വാക്കുകളില്ല, വിവരണങ്ങളില്ല, വിട്ടുവീഴ്ചയുമില്ല. അവൻ തിരിഞ്ഞു തന്റെ ബുള്ളറ്റിലേക്ക് കയറി. അടുത്ത നിമിഷം ഹെൽമെറ്റ് പോലും ഇടാതെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്നതിൽ കേശുവിനോട് വിളിച്ചു പറഞ്ഞു, "ഡാ പുല്ലേ, നീ ഇനി ഇവിടെ ആരുണ്ടാക്കാൻ നിൽക്കുക? വേ വണ്ടി കയറി, മാർക്കറ്റിൽ ഓർഡർ എടുക്കാനുള്ള വീടിപ്പത് പണിയെടുക്കുക." അത് കേട്ടതും കേശു ഒരു ചാട്ടത്തിന് ഓടി വന്ന് ബൈക്കിന്റെ പുറകിലേക്ക് കയറി. കയറുന്നതിനിടയിൽ തന്നെ അവൻ തിരിഞ്ഞ് നൈനികയുടെയും മിത്രയുടെയും ദിശയിലേക്ക് നോക്കി പല്ലുകാട്ടി പറഞ്ഞു, "വില കൂടിയ കാറിൽ ചെളിയും കൊണ്ട് കയറണ്ട കേട്ടാ. അവിടെ ഒരു പഞ്ചായത്ത് വൈപ്പുണ്ട്, വേണമെങ്കിൽ കൈയും കാലം കഴുകിയിട്ട് വണ്ടി കയറാൻ നോക്ക്." അവന്റെ വാക്കുകൾ തീരുന്നതിന് മുമ്പേ പൊടി പറത്തി ചെളിവെള്ളം ചിതറിച്ചുകൊണ്ട് ബുള്ളറ്റ് മുന്നോട്ട് ചാടി. ഒരു നിമിഷം കൊണ്ട് അവർ കണ്ണിനപ്പുറം മറഞ്ഞു. "ഇതാണ് നാട്ടിൻപുറം ഫിറ്റ്നസ് ക്ലാസ്," മിത്രപതിയെ പറഞ്ഞു. നൈനിക ഒന്നും പറഞ്ഞില്ല. പക്ഷെ അവളുടെ കണ്ണുകൾ ദൂരെ അപ്രത്യക്ഷമായ ബുള്ളറ്റിന്റെ ദിശയിലായിരുന്നു. ചുണ്ടിന്റെ കോണിൽ ഒരു ചെറു അപകടകരമായ ചിരി മാത്രം. അങ്ങനെ ദിവസങ്ങൾ വീണ്ടും ഓടിമറിഞ്ഞ് മുന്നോട്ട് നീങ്ങി. കുറച്ച് ദിവസത്തെ ഇടപെടലുകൾ കൊണ്ടുതന്നെ ദാസനും കേശുവും നൈനികയും മിത്രയും നല്ലൊരു സൗഹൃദത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. ചിരിയും കളിയും വയലോരത്തെ സംസാരങ്ങളും അതിനിടയിൽ തന്നെ ദാസിനോടുള്ള പ്രണയം അവളുടെ ഉള്ളിൽ മൗനമായി പൂത്തുലഞ്ഞു. ശരിയായ സമയം കിട്ടിയാൽ ആ പ്രണയം തുറന്നു പറയണമെന്ന ആഗ്രഹമായി അവരിരുവരും പഠനത്തിന്റെ പേരിൽ ആ നാട്ടിലൂടെ നടന്നു. എന്നാൽ ഇതെല്ലാം നടക്കുമ്പോഴും മറ്റൊരു മനസ്സിൽ ചെറിയ ഭൂചലനങ്ങൾ തുടങ്ങി ചീരുവിന്. ദാസനിൽ നിന്നുണ്ടായ ചെറിയ ചെറിയ മാറ്റങ്ങൾ അവൾ തിരിച്ചറിയാൻ തുടങ്ങിയിരുന്നു. മുമ്പ് വഴക്കിടാനും പരിഭവിക്കാനും ഒരു വാക്കെങ്കിലും പറഞ്ഞിരുന്ന ദാസേട്ടൻ ഇപ്പോൾ അവളെ കണ്ടാൽ മിണ്ടാതെയായി, നോക്കാതെയായി. ഒരുപാട് പരിചയമുള്ള ആ മുഖം പെട്ടെന്ന് അന്യമായതുപോലെ. എന്താ ഇങ്ങനെ മാറിയത്? അവൾ പലവട്ടം അവളോട് തന്നെ ചോദിച്ചു. ഉത്തരം കിട്ടിയില്ല. പകരം നെഞ്ചിലൊരു പിടിവലി മാത്രം. അങ്ങനെ ഇരിക്കും ഒരു ദിവസം മാരിയമ്മ കോവിൽ തൊഴുത് തിരികെ ഇറങ്ങി വരുമ്പോൾ അവളുടെ മുന്നിൽ ഒരാൾ നിന്നു. ഒരു നിമിഷം, വെറും ഒരു നിമിഷം മതിയായിരുന്നു തനിക്ക് മുന്നിൽ നിൽക്കുന്ന ആളെ തിരിച്ചറിയാൻ. നൈനിക വർമ്മ. അന്നത്തെ കാഴ്ചയിൽ ചീരുവിന്റെ കണ്ണുകൾ അക്ഷരാർത്ഥത്തിൽ തള്ളിപ്പോയി.
കാരണം അവൾ ഇതുവരെ കണ്ടിരുന്ന പോലുള്ള വേഷമല്ല അത്. എങ്ങും എത്താത്ത, ശരീരം മറക്കാൻ പോലും പാടുപെടുന്ന ആ തുണികൾക്ക് പകരം ശരീരം മുഴുവൻ കവർ ചെയ്യുന്ന ഒരു ഇളം പിങ്ക് ചുരിദാർ. ആ നിറം അവളുടെ വെളുപ്പിനെ മൃദുവായി പക്ഷെ ഉറപ്പോട് ഉയർത്തിക്കാട്ടുകയായിരുന്നു. കാറ്റിലൊന്ന് തഴുകി നിൽക്കുന്ന ദുപ്പട്ട, ചെറിയൊരു ചിരി, കണ്ണുകളിൽ ആത്മവിശ്വാസം. ഇത് ഇവളോ? ചീരുവിന്റെ മനസ്സിൽ അറിയാതെ ഒരു ചോദ്യം ഉയർന്നു. അന്നേരം തന്നെ അവൾക്കൊരു കാര്യം വ്യക്തമായി. ദാസനിലെ മാറ്റങ്ങൾ പോലെ ഈ പെൺകുട്ടിയും മാറിയിരിക്കുന്നു, അതും ഒരുപാട്. ഒന്ന് മന്ദമായി ചിരിച്ചുകൊണ്ട് നൈനിക ചീരുവിന്റെ അരികിലേക്ക് നീങ്ങി. ആ ചിരിയിൽ സൗഹൃദമില്ലായിരുന്നു, ഒരു ജയത്തിന്റെ അഹങ്കാരം അത്രേ. ദാസന്റെ മുറപ്പെണ്ണാണല്ലേ നീ? അപ്രതീക്ഷിതമായ ആ ചോദ്യം ചീരുവിനെ ഞെട്ടിച്ചു. എങ്കിലും അവൾ അത് പുറത്ത് കാണിച്ചില്ല. താഴ്ത്തിയ കണ്ണുകളോടെ പതിഞ്ഞ ശബ്ദത്തിൽ അവൾ പറഞ്ഞു, അതെ. ആ മറുപടിയോടെ നൈനികയുടെ ചുണ്ടുകളിൽ ഒരു കൂർത്ത ചിരി വിരിഞ്ഞു. അത് കാത്തിരുന്ന പോലെയായിരുന്നു. അടുത്ത നിമിഷം അവളുടെ ശബ്ദം മാറിയത്. ഈ ഞാനാരാണെന്നറിയോ? അത് കേട്ട് ചീരൊന്ന് പരിങ്ങി. ഞാനും ദാസിന്റെ മുറപ്പെണ്ണ, ദാസങ്ങളുടെ പെങ്ങളുടെ മകൾ. നിന്നേക്കാൾ കൂടുതൽ അവകാശമുള്ളത് അവനിൽ എനിക്കാ. മൃദുത്വം വിട്ട് വിഷം നിറഞ്ഞ പരിഹാസമായി അവളത് പറഞ്ഞു തുടങ്ങിയിരുന്നു. ആ, ദാസൻ പറഞ്ഞിരുന്നു. ഒരു നിമിഷം നിർത്തി വാക്കുകൾ തിരഞ്ഞെടുത്തുകൊണ്ട് അവൾ തുടർന്നു. ഒരു ശല്യക്കാരി പുറകിൽ നടപ്പുണ്ടെന്ന്, എങ്ങനെ ഒഴിവാക്കണമെന്ന് അവൻ അറിയില്ലത്രേ. ആ വാക്കുകൾ ചീരുവിന്റെ നെഞ്ചിൽ ഒന്നായി പതിച്ചു, കുത്തി നോവിക്കുന്ന കുത്തുകൾ പോലെ. നൈനിക അവിടെ നിർത്തിയില്ല. അവൾക്ക് അതുകൊണ്ടൊന്നും മതി വന്നിരുന്നില്ല. അതുകൊണ്ടാ ഞാൻ തന്നെ ഇത് നിന്നോട് പറയുന്നു. അവൾ ശബ്ദമൽപ്പം താഴ്ത്തി, പക്ഷെ വേദന അത്രമേൽ ഉയർത്തി. ദാസിന് നിന്നെ ഇഷ്ടമല്ല, അവനിഷ്ടം എന്നോടാ. അതവൻ തുറന്നു പറഞ്ഞതാ. ഞങ്ങൾ തമ്മിൽ അടുപ്പത്തിലുവാ. ആ അവസാന വാക്ക് ചീരുവിന്റെ ഹൃദയത്തിൽ ഒരു തീപ്പൊരി പോലെ വീണു. ശബ്ദമില്ലാതെ അവളുടെ ഉള്ളിൽ എന്തോ തകർന്നു വീണു. അവൾ കരഞ്ഞില്ല, പ്രതികരിച്ചില്ല. പക്ഷേ കണ്ണുകളിൽ ആ തിളക്കം അവൾ കേട്ടതെല്ലാം സത്യമായി ഏറ്റുവാങ്ങിയെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അവിടെ നൈനിക സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ചീരുവിന്റെ ഉള്ളിൽ ഒരു പിന്മാറ്റം നിശബ്ദമായി ജനിച്ചുകൊണ്ടിരുന്നു. ഈ പട്ടിക്കാട്ടില അവൻ ജനിച്ചവും ജീവിച്ചതും. നൈനികയുടെ ശബ്ദത്തിൽ അവഹേളനത്തിന്റെ കാഠിന്യം നിറഞ്ഞിരുന്നു. പക്ഷേ ഇനി ജീവിക്കാൻ പോകുന്ന എൻ്റെ കൂടെ അങ്ങ് US-ലാ. ഞങ്ങൾ പറക്കാൻ പോവുക. അവൾ ചീരുവിനെ മുകളിൽ നിന്ന് താഴെ വരെ ഒരു നോട്ടം നോക്കി. അത് നോക്കലല്ലായിരുന്നു, അളക്കലായിരുന്നു. പിന്നെ അല്പം പരിഹാസത്തോടെ അവൾ തുടർന്നു. നിന്റെ അച്ഛനും അമ്മയിലും അവനെ വളർത്തിയത്, അതിന് കൂലി എത്രയാണെന്ന് വെച്ചാൽ ഞാൻ തന്നേക്കാം. ആ വാക്കുകൾ ചീരുവിന്റെ നെഞ്ചിലൊരു കത്തിക്കുത്തുപോലെ കുത്തിക്കയറി. നൈനിക അവിടെ നിർത്തിയില്ല. ജയമുറപ്പിച്ചവളുടെ അഹങ്കാരത്തോടെ അവൾ വീണ്ടും പറഞ്ഞു, ഇത്രയൊക്കെ ഞാൻ പറയുന്ന ഒരു കാര്യത്തിന് വേണ്ടിയാ. ഇനി മേലിൽ എൻ്റെ ദാസിനെ നീ ശല്യപ്പെടുത്തരുത്. ഒരു നോട്ടം കൊണ്ട് പോലും അവനെ മുറിവേൽപ്പിക്കരുത്. ശേഷം അവൾ അവസാന അടി ഒന്നുകൂടെ നൽകി. അവനാ നിന്നോട് നേരെ പറയാൻ പറ്റാത്തതുകൊണ്ടാ ഞാൻ പറഞ്ഞു, മനസ്സിലായല്ലോ? നൈനികയുടെ വായിൽ നിന്ന് വീണ ഓരോ വാക്കും ചീരുവിന്റെ ഹൃദയത്തെ കീറിമുറിക്കുന്ന പോലെയായിരുന്നു. കരയാൻ അവൾക്ക് ത്രാണിയുണ്ടായിരുന്നില്ല. ശബ്ദം പുറത്തു വന്നില്ല. എന്നാൽ കണ്ണുകളിൽ അടിഞ്ഞുകൂടിയ ആ നീർ അവൾ അനുഭവിച്ച എല്ലാ വേദനയും പറഞ്ഞുകൊണ്ടിരുന്നു. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് നൈനിക തിരിഞ്ഞടന്ന് മുമ്പോട്ട് പോയപ്പോൾ അവിടെ അവളെ കാത്ത് മിത്ര കാറിൽ ചായ്ന്ന് നിന്നിരുന്നു. ഒരു നോട്ടം, ഒരു ചെറുചിരി, അത്രമാത്രം. ആ കാഴ്ച തന്നെ ചീരുവിന് മതിയായിരുന്നു തകർന്നു പോവാൻ. അതിനുശേഷം ആ വഴി മുഴുവൻ അവൾ എങ്ങനെയാണ് വീട്ടിലെത്തിയെന്ന് പോലും അവൾക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. കാലുകൾ നടക്കുകയായിരുന്നു, മനസ്സ് അവിടെ മുറിവേറ്റ് നിൽക്കുകയായിരുന്നു. നൈനിക പറഞ്ഞ വാക്കുകൾ മാത്രം ഒന്നിനു പിന്നാലെ ഒന്നായി തലയിടിച്ചു കുത്തി അവളെ നോവിച്ചുകൊണ്ടിരുന്നു. ശല്യക്കാരി, കൂലി കൊടുക്കാം, US-ലേക്ക് പറക്കും. ഓരോ വാക്കും അവളുടെ ഉള്ളിലൊരു മുറിവായി വീണ്ടും വീണ്ടും തുറന്നു. അതിനുശേഷമുള്ള 2 ദിവസങ്ങൾ അവൾ ആരുടെയും മുന്നിൽ പോയില്ല. മുറിക്കുള്ളിൽ തന്നെ ഒതുങ്ങിക്കൂടി. കണ്ണാടിയിലേക്ക് നോക്കാൻ പോലും അവൾ മടിച്ചു. ചിരി മറന്നു, സംസാരം കുറച്ചു. ശബ്ദമില്ലാതെ അവൾ പതുക്കെ മങ്ങിപ്പോയി. ഇതെല്ലാം കണ്ടും കേട്ടുമിരുന്ന ശാന്ത വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരുന്നു, എന്താ പറ്റിയേ? എന്താ എൻ്റെ കുഞ്ഞെ? കളിച്ചിരിച്ചാണെന്ന് എനിക്കിപ്പോൾ എന്താടി പറ്റിയത്? ഓരോ ചോദ്യവും ചീരുവിന്റെ നെഞ്ചിൽ കുരുങ്ങിക്കിടന്ന കണ്ണീരിനെ കൂടുതൽ കട്ടിയാക്കി. പക്ഷെ അവളൊന്നും പറഞ്ഞില്ല. ചില വേദനകൾ പറഞ്ഞാൽ കുറയില്ലെന്ന് അവൾ ആദ്യമായിട്ടന്ന് മനസ്സിലാക്കി. അവൾക്കൊരു കാര്യം പെട്ടെന്ന് തന്നെ മനസ്സിലായി. ഇങ്ങനെ പെട്ടെന്നുള്ള ഈ മൗനം അവളേക്കാൾ കൂടുതലായി തന്നെ ചുറ്റുമുള്ളവരെ സംശയത്തിലാക്കും. ശാന്തയുടെ കണ്ണുകൾ കൂടിയിറങ്ങുന്ന അന്യോന്യമായ ഭയം അവൾ കാണാതെ പോയില്ല. എൻ്റെ മൗനം എനിക്ക് വേണ്ടിയല്ല, എന്നെ സ്നേഹിക്കുന്നവരെ വേദനിപ്പിക്കാനാണ് മാറുന്നത്. അവൾക്കത് സഹിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ അവൾ ഉള്ളിലൊരു തീരുമാനത്തിൽ ഉറച്ചു. വേദന തന്നെയാവട്ടെ, കണ്ണീര് അവൾ ഒളിപ്പിക്കും. പക്ഷെ തന്നെ സ്നേഹിക്കുന്നതിന്റെ മുമ്പിൽ അവൾ മുൻപ് പോലെ തന്നെയാവും. അവൾ ഉറപ്പിച്ചു, തന്റെ തകർച്ച മറ്റാരുടെയും ഭാരമാക്കില്ല. ചില സ്നേഹങ്ങൾ അങ്ങനെ തന്നെയാണ്, സ്വന്തം വേദന മൗനമായി വിഴുങ്ങി മറ്റുള്ളവരെ സംരക്ഷിക്കുന്നു. ആ സമയമായിരുന്നു നീലു വീട്ടിലേക്ക് കയറി വന്നുകൊണ്ട് ശാന്തയോടായി ചോദിച്ച്, അവൾക്കിത് എന്തു പറ്റി? ദിവസങ്ങളായി കാണുന്നില്ലല്ലോ. അത് കേട്ടതും ശാന്ത ഒന്നും പറയാതെ അകത്തേക്ക് നോക്കി. അതേസമയം ചിരിച്ചുകൊണ്ട് ചീര് പുറത്തേക്ക് വന്നു. സാധാരണ പാവാടയുടുപ്പും ധരിച്ചിരുന്ന ആ പെൺകുട്ടിക്ക് അന്നൊരു നരച്ച ധാവണി മാത്രം. നീലോ ശ്രദ്ധിച്ചു, വളരെ ശ്രദ്ധിച്ചു. വാക്കുകളില്ലാതെ തന്നെ അവരവരുടെ സ്ഥിര സങ്കേതമായ വയൽവരമ്പിലേക്ക് നടന്നു. കാറ്റുപതിക്ക നെൽപ്പാടം തഴുകുമ്പോഴാണ് അവരെ കണ്ടത്.
ബുള്ളറ്റിൽ മുന്നോട്ട് വരുന്ന ദാസൻ, അവന്റെ പുറകിലെ അവനെ ചേർത്ത് പിടിച്ചിരിക്കുന്ന നൈനിക. ആ കാഴ്ച ഒരു നിമിഷം പോലും തിരിഞ്ഞു നോക്കാൻ നൈനിക പോയി. പക്ഷേ പോയ നിമിഷത്തിനുള്ളിൽ തന്നെ അവളുടെ കണ്ണുകൾ നീലുവിനെയും ചീരുവിനെയും തൊട്ട് കടന്നു. മുഖത്ത് ഒരു തരത്തിലുള്ള ഭാവമാറ്റവുമില്ല. അതോടെ നീലുവിനെല്ലാം വ്യക്തമായി. ചീരുവിന്റെ ഈ പെട്ടെന്നുള്ള മൗനത്തിനും നരച്ച വേഷത്തിനും കണ്ണുകളിൽ മറഞ്ഞു നിൽക്കുന്ന വേദനകളും കാരണമായിരുന്നത്. നീലു ചീരുവിനെ നോക്കി, ചീരു വയലിലേക്ക് മാത്രം നോക്കിയിരുന്നു. ചില സത്യങ്ങൾ അങ്ങനെ തന്നെയാണ്. ആരും പറഞ്ഞില്ലെങ്കിലും കാഴ്ചകളെല്ലാം പറഞ്ഞു തീർക്കും. നെഞ്ചുപൊട്ടി നിൽക്കുന്നവരുടെ മുന്നിലേക്ക് വന്നിരുന്ന മറ്റാരുമായിരുന്നില്ല, കേശു തന്നെയായിരുന്നു. അവൻ ചീരുവിന്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി. എന്താ മോളെ, നിനക്കെന്താ പറ്റിയത്? കുറച്ചു ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു. എന്താ നിന്റെ മനസ്സിൽ? അത് കേട്ടതും ചീരുവിന്റെ ചുണ്ടുകൾ വരച്ചു. ഒന്നുമില്ല ഏട്ടാ. പതിഞ്ഞ ശബ്ദം. അവളൊന്നും തുറന്നു പറയില്ലെന്ന് കേശുവിന് അപ്പോൾ തന്നെ മനസ്സിലായി. അവൻ അവളുടെ കാവിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു, എന്തെങ്കിലും പ്രശ്നമുണ്ട് ഏട്ടനോട് പറ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞിടന്നു. പക്ഷേ നടക്കുന്നതിനിടയിൽ അവന്റെ കാലിലേക്ക് ഒരു മുള്ളു തറഞ്ഞു കയറി. വേദന കൊണ്ട് അവൻ അടുത്തുള്ള മരത്തിന്റെ പുറകിലേക്കൊന്ന് ചേർന്ന് നിന്നു. തന്റെ കാലിൽ പതിച്ച ആ മുള്ളു പതുക്കി എടുത്തു മാറ്റുമ്പോൾ അവൻ കേട്ടു. കേശു പോയെന്ന് കരുതി ചീരു നീലുവിന്റെ മുമ്പിൽ പൊട്ടിക്കരയുകയായിരുന്നു. നീലു, അന്ന് നൈനിക അമ്പലത്തിൽ അവള് പറഞ്ഞ വാക്കുകൾ. നൈനിക പറഞ്ഞെല്ലാം ഒരു വാക്കും ഇടാതെ ചീരുവിന്റെ വായിൽ നിന്ന് വീണപ്പോൾ അവളുടെ തേങ്ങൽ വയലിന്റെ നിശബ്ദതയെ കീറി. അവനെന്നെ ഇഷ്ടപ്പെടില്ലെന്ന് പറഞ്ഞു, ഞാനൊരു ശല്യക്കാരിയാണെന്ന് പറഞ്ഞു, അവനെ അവൾ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. ഓരോ വാക്കും കേശുവിന്റെ നെഞ്ചിലേക്കാണ് വീണത്. മരത്തിന്റെ പുറകിൽ നിശ്ചലനായി അവൻ നിന്നു. കൈകൾ മുറുകി, കണ്ണുകൾ ഇരുണ്ടു. അന്ന് കേശു ഒരു കാര്യം തീർച്ചപ്പെടുത്തി. പിന്നീട് നടന്നകന്നു. അന്ന് മാർക്കറ്റിൽ ലോഡ് ഇറക്കിയ ശേഷം മീനും പച്ചക്കറിയുമായി വീട്ടിലേക്ക് വന്ന ദാസൻ ഉമ്മറപ്പടിയിലൊന്ന് നിന്നു. സ്വാഭാവികമായി അവന്റെ കണ്ണുകൾ ചീരുവിനെ തേടി. പക്ഷേ അവൾ അവിടെ ഇല്ല. അവൻ അടുക്കളയിലേക്ക് കയറി ചെന്നപ്പോൾ കണ്ട കാഴ്ച അവനൊരു നിമിഷം നിശബ്ദനാക്കി. അടുക്കളയിലെ സ്ലാബിന്റെ മുകളിലായി നിലയുറപ്പിച്ചിരിക്കുന്ന ചീരു. എന്തെങ്കിലും പറയാൻ വാക്കുകൾ തൊണ്ടവരെ എത്തി. പക്ഷെ പുറത്തേക്കൊന്നും വന്നില്ല. ഒരു നോട്ടം, അത് മതിയെന്ന് അവൻ കരുതി. എന്നാൽ ആ നോട്ടം പോലും അവളുടെ കണ്ണുകളിൽ പതിഞ്ഞില്ല. അവൾ തല ഉയർത്തിയില്ല, മുഖം തിരിഞ്ഞില്ല. അവൻ ആ നിമിഷം ഒരു കാര്യം ബോധ്യപ്പെട്ടു. ചീരു വാക്കുകൾ കൊണ്ടല്ല, നിശബ്ദത കൊണ്ടാണ് ഇപ്പോൾ അവനെ ശിക്ഷിക്കുന്നത്. അടുക്കളയിൽ പതിഞ്ഞിരുന്ന ആ മൗനം ദാസന്റെ നെഞ്ചിൽ ഒരുപാട് വാക്കുകൾ പറഞ്ഞു. എന്തുകൊണ്ട് ചീരുവിനോടുള്ള അകൽച്ച തന്നിൽ ഇത്രയും വിഷമം നിറച്ചെന്ന് ദാസന് തന്നെ വ്യക്തമായിരുന്നില്ല. പതിപോലെ കുളിച്ച് ഫ്രഷായി റൂമിലെ കട്ടിൽ കിടന്നിരുന്ന അവന്റെ അരികിലേക്ക് ചോറുമായി ആരോ വരുന്ന ശബ്ദം. ദാസൻ മുഖം തിരിച്ചു നോക്കി. അവനൊന്ന് ഞെട്ടി. എന്നും ആ ചൂടുകൾ, ആ കൈകൾ, ആ ശബ്ദം ചീരുവിൻ്റെതായിരുന്നു. പക്ഷേ ഇന്ന് അവിടെ നിന്ന് ശാന്തമായ അമ്മായി. അവന് നെഞ്ചിൽ ഒരൊറ്റ നിമിഷം വല്ലാത്തൊരു പൊള്ളൽ പടർന്നു. ചോറ് കൊണ്ടുവന്നത് അമ്മയാണെന്ന സത്യം പോലും അവനെ സമാധാനപ്പെടുത്തിയില്ല. അവൾ ഇന്നില്ല എന്ന തിരിച്ചറിവാണ് അവന്റെ ഉള്ളിൽ കുത്തി നിന്നത്. അവനൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു. പക്ഷേ ചിരി അവന്റെ ചുണ്ടുവരെ എത്തിയില്ല. മനസ്സിൽ ഒരേ ഒരു ചോദ്യം, എന്താണ് ഇങ്ങനെ അവൾ മാറിയത്? അന്ന് ദാസൻ ആദ്യമായി തന്നോട് തന്നെ ഒരു ദേഷ്യം തോന്നി. തനിക്കരികിൽ ചോറ് വെച്ചിട്ട് നടന്നു പോകുന്ന ശാന്തമയെ കണ്ട ദാസ് ചോദിച്ചു, എല്ലാവരും ചോറ് കഴിച്ചോ? ശാന്തമ ചിരിച്ച് മറുപടി പറഞ്ഞു, നിന്റെ അമ്മാവൻ കഴിച്ചു, മരുന്നും കഴിച്ച് കിടന്നു, ചീരു അടുക്കളയിൽ ഭക്ഷണം കഴിക്കുക. ഇവിടെ എല്ലാ ദിവസവും തന്റെ മുറി വന്ന് ചോറ് ഒരുമിച്ച് കഴിക്കണമെന്ന് പറയുന്ന ചീരു ഇന്ന് ഒറ്റ കഴിക്കുന്നു. പെട്ടെന്ന് ചോറ് പാത്രം എടുത്ത് അവളുടെ അരികിലേക്ക് നടന്നു. ചീരു ചോറിൽ കൈക്കുഴക്കുമ്പോഴും വായിലേക്കൊന്നും പോവാത്ത അവളുടെ നിശബ്ദതയെ പൊള്ളിച്ചു. കരിപ്പുമുഖമായി ദാസൻ, നീ എന്തെടുക്കുവാടി എന്ന് ചോദിച്ചു. ചീരു പെട്ടെന്ന് തലതാഴ്ത്തി. നിശബ്ദമായിരുന്നു. അവനൊന്ന് ചിരിച്ചു. ശരി, വാ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം എന്ന് പറഞ്ഞു. ചീരു അത് പ്രതീക്ഷിച്ചില്ല. ഏറെ വർഷങ്ങളായി രാത്രികളിൽ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ഇപ്പോഴാണ് ദാസൻ അവളോട് ഒരൊറ്റ വാക്കിൽ പറഞ്ഞത്. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വേണ്ട, എനിക്കിപ്പോൾ അത് ഇഷ്ടമല്ല. അവൻ ഞെട്ടി. അവനൊരു കാര്യം വ്യക്തമായി തന്നെ മനസ്സിലായി. അവൾ തന്നിൽ നിന്ന് അകന്നിരിക്കുന്നു, ഒരുപാട് അകലെയായി. പിറ്റേന്ന് രാവിലെ ഗ്രാമം മുഴുവൻ സന്തോഷത്തിലാണ്. വായനശാല ക്ലബിന്റെ വാർഷികം നടന്നുകൊണ്ട് ഓരോ വർഷവും പതിവ് പോലെ പരിപാടികൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. ആ ദിവസം വലിയ മഹത്തായ ഒരു വ്യക്തി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് കുട്ടികളുടെയും സ്ത്രീകളുടെയും കലാപരിപാടികൾ, ചില മത്സരങ്ങൾ, ചെറിയ സദ്യ, ഒടുവിൽ ഗാനമേള എല്ലാം കൂട്ടിയിണക്കി സംഘടിപ്പിച്ചു. വേദി ഒരുക്കിയിരുന്ന് ദാസന്റെ വീടിന് എതിർവശമുള്ള വലിയ പറമ്പിൽ, ഗ്രാമക്കാരുടെ മുഴുവൻ ചിരിയോ ആവേശവും പകരാൻ. എന്നാൽ ആ ദിവസത്തെ ഏറ്റവും വലിയ പ്രത്യേകത ദാസൻ ഹൃദയം നിറഞ്ഞ് അവരെല്ലാവർക്കും വേണ്ടി പാടിയിരുന്ന ഗാനമാലയായിരുന്നു. പാടുമ്പോൾ ഗ്രാമത്തിലെ കുട്ടികളും സ്ത്രീകളും മുഴുവൻ ആവേശത്തോടെ പ്രണയം നിറഞ്ഞ കണ്ണുകളോടെ അതിനെ ആസ്വദിച്ചു. ദാസന്റെ സംഗീതം മുഴുവൻ പറമ്പു ഹൃദയങ്ങളും നിറഞ്ഞ് സന്തോഷത്തിന്റെ കലാപരിപാടിയാക്കി മാറ്റി. അന്ന് സന്ധ്യാവേളയിൽ ഗ്രാമം മുഴുവനും സംഗീതത്തിനും ആവേശത്തിലും മുങ്ങിയിരിക്കുകയായിരുന്നു. ഗാനമേളയുടെ തുടക്കത്തിൽ ദാസന്റെ ഹൃദയം നിറഞ്ഞ പാട്ട് കേൾക്കാൻ സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും സ്റ്റേജിന് മുമ്പിൽ തടിച്ചുകൂടി നിൽക്കുകയായിരുന്നു. ചീരുവിന്റെ വീടിന്റെ ഉമ്മറപ്പടിയിലിരുന്നുകൊണ്ട് അവൾ സ്റ്റേജിനെ വ്യക്തമായി കാണാൻ കഴിഞ്ഞു. നീലവും ശാന്തമയും ഗാനമാല കേൾക്കാൻ ചീരുവിനെ ക്ഷണിച്ചു.
പക്ഷേ ചീരു അവരുടെ ക്ഷണം നിശേഷം നിരസിച്ചു. ആ നിരസിക്കൽ ശാന്തമ്മക്കൊരു അത്ഭുതമായിരുന്നു. എന്നും ദാസൻ പാടുന്ന കേൾക്കാൻ കാതോർത്തിരിക്കുന്നവളാണ്. പക്ഷേ ഇന്നാൾ അവന്റെ പാട്ട് കേൾക്കാൻ വരില്ലെന്ന് പറഞ്ഞപ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നി നീലുവിന്. ഉമ്മറപ്പടി സ്ഥാനമുറപ്പിച്ച് സ്റ്റേജിലേക്ക് നോട്ടമെറിഞ്ഞ് അങ്ങനെ ഇരുന്നു. ആ സമയം കാളിദാസൻ സ്റ്റേജിൽ നിന്നുകൊണ്ട് പാടാൻ തുടങ്ങി. സ്റ്റേജിൽ നിന്നുകൊണ്ട് അവൻ പാടുന്ന വരികൾ തന്നെ നോക്കിയാണെന്ന് ആ സമയം ചീരുവിന് തോന്നിപ്പോയി. അവൾ ആ ഉമ്മറപ്പടിയിലിരുന്നുകൊണ്ട് ആ സ്റ്റേജിൽ ലക്ഷ്യമാക്കി വീണ്ടും കണ്ണെറിഞ്ഞു. എന്നാൽ പെട്ടെന്ന് അവിടെ കണ്ണുകൾ ചെന്ന് നിന്ന് അവനെ തന്നെ നോക്കിയിരിക്കുന്ന നൈനികയുടെയും മിത്രിയുടെയും ആ മുഖത്തേക്കാണ്. ദേഷ്യം കൊണ്ട് കണ്ണു നിറഞ്ഞു പോയ അവൾ ഒരു നിമിഷം മുഖം പൊത്തി കരഞ്ഞു. ഈ സമയം ഇതെല്ലാം സ്റ്റേജിൽ നിന്നുകൊണ്ട് ദാസൻ കാണുന്നുണ്ടായിരുന്നു. ഗാനമേളക്ക് തുടക്കമിട്ടുകൊണ്ട് തന്നെ ദാസൻ സ്റ്റേജിൽ നിന്നിറങ്ങി തന്റെ വീട് ലക്ഷ്യമാക്കി നടന്നു. ആ സമയം തന്നെ ശാന്തമ്മയും നീലവും അവർക്ക് പുറകിലായി നൈനികയും മിത്രയും ദാസന്റെ വീട്ടിലേക്ക് വന്ന് കയറി. ഉമ്മറപ്പടിയിൽ ഇരിക്കുന്ന ജീവനെ കണ്ടുകൊണ്ടായിരുന്നു ദാസൻ അവിടേക്ക് വന്ന്. പെട്ടെന്നുള്ള നൈനികയുടെ പിൻവിളിയിലാണ് അവനൊരു നിമിഷം നിന്നത്. ഗാനമേള ആരംഭിച്ചപ്പോൾ ദാസൻ സ്റ്റേജിൽ നിന്നിറങ്ങി തന്റെ വീട് ലക്ഷ്യമാക്കി നടന്നു. ആ സമയത്ത് ശാന്തയും നീലവും പുറകിലായി നൈനികയും മിത്രയും ദാസന്റെ വീട്ടിലേക്ക് കയറി. ഉമ്മറപ്പടിയിലിരിക്കുന്ന ജീവനെ കണ്ട ദാസൻ നൈനികയുടെ പിൻവിളിയിലാണ് ഒരു നിമിഷം നിന്നത്. അത്ഭുതത്തോടെ നൈനിക അവനോട് പറഞ്ഞു, നന്നായി പാടുന്നുണ്ട് കേട്ടോ, ഞങ്ങൾക്കറിയില്ലായിരുന്നു ഇങ്ങനെ പാടാനുള്ളൊരു കഴിവ് കൂടി ഉണ്ടെന്ന്. പ്ലീസ് മറ്റൊരു പാട്ടും കൂടി പാടുവോ? ആ സമയത്ത് ദാസൻ ചീരുവിനെ ശ്രദ്ധിച്ചു. അവളുടെ മുഖത്ത് മറ്റു ഭാവങ്ങളൊന്നുമില്ല. കണ്ണുകളിലെ നോട്ടം താഴേക്ക് വീണത് മാത്രമാണ്. നൈനികയുടെ ചോദ്യത്തിന് എതിർപ്പ് കാണിക്കാതെ അവൻ ചീരുവിനെ നോക്കി പാടാൻ തുടങ്ങി. ദാസന്റെ കണ്ണുകൾ ചീരുവിലേക്ക് പോയി. ശേഷം ദാസന്റെ ശബ്ദം ഉറച്ചും അത്ഭുതകരമായിരുന്ന രീതിയിൽ നൈനികയോട് പറഞ്ഞു, നാളെ നീ നിന്റെ കൂട്ടുകാരെയും നിനക്ക് വേണ്ടപ്പെട്ട ബന്ധുക്കളും മാരിയമ്മൻ കോവിലേക്ക് വരണം. കൃത്യം 10 മണിക്ക്. നൈനികയുടെ മുഖമൊന്ന് വിടർന്നു, ചുവന്ന് തുടുത്തു. എന്നാൽ ചീരുവിന്റെ കണ്ണുകളിൽ നിന്നുള്ള കണ്ണുനീർ തുള്ളികൾ ആരും കണ്ടില്ല. അതേസമയം ദാസന്റെ ഘനഗാംഭീര്യമായ ശബ്ദം വീണ്ടും മുഴങ്ങി, അമ്മാവനും അമ്മായിയും ചീരോടെ ഉണ്ടാവണം. അവസാനമായി അതും കൂടി കൂട്ടിച്ചേർത്ത് ദാസൻ തന്റെ റൂമിലേക്ക് കയറി കഥക് കൂട്ടിയടച്ചു. ചീരുവിന്റെ മനസ്സിൽ അപ്പോഴും അങ്കലാപ്പ് പതുക്കെ പതുക്കെ വർദ്ധിച്ചുകൊണ്ടിരുന്നു. എന്തിനായിരിക്കും തന്നെയും അച്ഛനെയും അമ്മയും അവിടെ ക്ഷണിച്ചെന്ന ചോദ്യമാണ് അവൾ വീണ്ടും വീണ്ടും സ്വന്തം മനസാക്ഷിയോട് ചോദിച്ചുകൊണ്ടിരുന്നത്. ഉത്തരമില്ലാത്ത ആ ചിന്തകൾ അവളുടെ നെഞ്ചിലൊരു ഭാരമായി കിടന്നു. ഉറക്കത്തിന് മുമ്പുള്ള നിശബ്ദതയും അസ്വസ്ഥമാക്കി. അതിരാവിലെ തന്നെ കുളിച്ച് ചന്ദനക്കുറിയും അണിഞ്ഞ് കറുത്ത ഷർട്ടും വെള്ളമുണ്ടും ധരിച്ച് ബുള്ളറ്റിൽ കയറി പുറപ്പെടുന്ന ദാസനെ ചീരു ശ്രദ്ധിച്ചു. എന്തിനെന്ന് വ്യക്തമല്ലെങ്കിലും ഇന്നെന്തോ സംഭവിക്കാൻ പോകുന്നുവെന്ന തോന്നൽ അവളുടെ മനസ്സിൽ ഭയം വിതറി. അതേസമയം നൈനിക തന്റെ മുത്തശ്ശിയെ അമ്മയെ അച്ഛനെയും വിളിച്ചു വരുത്തിയിരുന്നു. മകളുടെ മുഖത്ത് അതിയായ സന്തോഷം ദുർഗാവർമ്മയും വിശ്വംഭരനും പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. പക്ഷെ അരുന്ധതിയുടെ കണ്ണുകളിൽ നൈനികയുടെ ദൃഷ്ടിയിൽ അലയടിക്കുന്ന പ്രണയം വ്യക്തമായിരുന്നു. അത് കണ്ട നിമിഷം തന്നെ അരുതാത്ത എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നൊരകത്തെ മുന്നറിയിപ്പ് അവളുടെ മനസ്സിനെ അലട്ടി തുടങ്ങി. ധൈര്യം ഒട്ടിച്ചേർത്ത് തന്നെയാണ് ആ മുത്തശ്ശി തന്റെ ചെറുമകളോട് ചോദിച്ച്. ശബ്ദമുറച്ചിരുന്നെങ്കിലും ഉള്ളിൽ ചെറിയൊരു വിറയിൽ ഒളിഞ്ഞിരുന്നു. എന്തിനാ ഞങ്ങൾ ഇത്ര അടിയന്തരായിട്ട് ഇവിടെ വിളിച്ചു വരുത്തിയ നൈനു? എന്തെങ്കിലും അത്യാവശ്യ കാര്യമുണ്ടോ? എന്റെ മകന്റെ മരണത്തോടുകൂടി ഈ മണ്ണിൽ ഇനി കാൽ കുത്തില്ലാന്ന് ഞാൻ ശപഥം ചെയ്തതാ. പക്ഷെ ഇവിടെ എന്തോ ഒരു അത്ഭുതമുണ്ട് നീ പറഞ്ഞോണ്ടാ ഞാൻ വന്നത്. അരുന്ധതിയുടെ വാക്കുകൾ അവിടെ ഒരു നിമിഷം മൗനം പകർന്നു. അതിനു മറുപടിയായി നൈനികയുടെ മുഖത്തൊരു ആത്മവിശ്വാസച്ചിരി വിരിഞ്ഞു. കണ്ണുകളിൽ അതിശയത്തിന്റെ തിളക്കം. അതേ മുത്തശ്ശി, ഇവിടെ വലിയൊരു അത്ഭുതമുണ്ട്. അവൾ പതിഞ്ഞെങ്കിലും ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. ഒരു മാണിക്യം, ഇത്രയും നാൾ ഈ കാട്ടുമുക്കിൽ ഒളിഞ്ഞിടുന്ന ദാസൻ എന്ന മാണിക്യം. ഒരു നിമിഷം നിൽക്കുകയായിരുന്നു അവൾ. പിന്നെ ഓരോ വാക്കും ഒരുക്കി പുറത്തേക്ക് വിട്ടു. ആ മാണിക്യ ഇന്ന് കനലായിട്ട് നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ പോകുന്നത്. അരുന്ധതിയുടെ കണ്ണുകൾ ക്ഷണികമായി കനത്തു. ഹൃദയത്തിൽ ആഴത്തിൽ മറന്നുപോയൊരു പഴയ വേദന നിശബ്ദമായി തലപൊക്കി തുടങ്ങി. ദാസൻ പറഞ്ഞനുസരിച്ച് ബന്ധുക്കളെ കൂട്ടി ചീരു മാരിയമ്മൻ കോവിലേക്ക് എത്തി. അവിടെ എത്തുമ്പോൾ തന്നെ ദാസൻ അവന്റെ വീട്ടുകാരെയും കൂട്ടി എത്തിയിരുന്നു. വൃത്തിയായ വേഷവും സംസ്കാര ശുദ്ധിയുമുള്ള പെരുമാറ്റവും മുഖത്തെ ശാന്തതയും കണ്ടപ്പോൾ അവർ നോക്കിയുന്ന പല കണ്ണുകളിൽ അത്ഭുതം നിറഞ്ഞു. എന്നാൽ കീഴ്ജാതി എന്ന വാക്ക് അവരെ അപമാനിക്കാൻ പതിവാക്കിയിരുന്ന ചില കുടുംബങ്ങൾ അവരുടെ സാന്നിധ്യം സഹിക്കാനാവാതെ കോവിലിന്റെ അകത്ത് കയറാൻ പോലും ധൈര്യമില്ലാതെ മാരിയമ്മൻ കോവിലിൽ നിന്നും ദൂരേക്ക് മാറി നിന്നു. അവിടെ ദൈവത്തിന്റെ മുമ്പിൽ ജാതിയും പദവിയും ഒന്നുമില്ലെന്ന് തെളിയിക്കുന്ന പോലെ ചീരവും നീരവും നിശബ്ദമായി നിന്നു. പെട്ടെന്ന് അവരുടെ എല്ലാ ശ്രദ്ധ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ഒരു ബുള്ളറ്റ് കോവിൽ മുറ്റത്ത് വന്നു നിന്നു. എഞ്ചിൻ ശബ്ദമടങ്ങിയതും അതിൽ നിന്നിറങ്ങി വന്ന ചെറുപ്പക്കാരനെ കണ്ട മാത്രം അരുന്ധതിയുടെ ശ്വാസം ഒരു നിമിഷം നിലച്ചുപോയി. അവരുടെ കൈ ദുർഗാവർമ്മയുടെ കൈവിരലുകളിൽ അറിയാതെ പിടിച്ചു കെട്ടി. ദുർഗാവർമ്മയും വിശ്വംഭരനും വാക്കുകൾ മറന്നവരെ പോലെ അവിടെ തന്നെ നിശ്ചലമായി നിന്നു. അത് വെറും ഒരു ചെറുപ്പക്കാരനല്ലായിരുന്നു. മുഖരേഖകൾ, നോട്ടം, നടപ്പ്. അവൻ ബുള്ളറ്റിൽ നിന്നിറങ്ങിയ ആ ഒരു ചുവട് പോലും അവരുടെ ഓർമ്മകളെ പതിറ്റാണ്ടുകൾ പിന്നിലേക്ക് വലിച്ചിഴച്ചു. ഒരു നിമിഷം അവരുടെ മുമ്പിൽ ദാസ് തന്നെയാണ് ജീവൻ കൊണ്ടു നിൽക്കുന്നതെന്ന് അരുന്ധതിക്ക് തോന്നി. കണ്ണുകൾ വിശ്വസിക്കാതെ ഹൃദയം മാത്രം തിരിച്ചറിഞ്ഞു. ഇവൻ
അരുന്ധതിയുടെ ചുണ്ടുകൾ വിറച്ചു. പക്ഷെ ശബ്ദമായി പുറത്തു വന്നില്ല. കാലം അയച്ചു കളയുമെന്ന് കരുതിയ ഒരു രൂപം ഇന്ന് അതേ കണ്ണുകളോട് അവരുടെ മുമ്പിൽ തിരിച്ചെത്തിയിരിക്കുന്നു. ദൈവസന്നിധിയിൽ ഓർമ്മയും സത്യവും ഒന്നിച്ചു നിന്ന ആ നിമിഷം മുഴുവൻ കോവിൽ മുറ്റവും നിശബ്ദമായി ശ്വാസം പിടിച്ചു നിന്നു. ദാസ്. അരുന്ധതിയുടെ ചുണ്ടുകൾ വിറച്ചു. ആ ഒരു പേരിൽ തന്നെ മാതൃത്വത്തിന്റെ പതിറ്റാണ്ടുകളുടെ ദുഃഖം പൊട്ടി പുറത്തു വരാനായിരുന്നു. തന്റെ മകൻ മുന്നിൽ നിൽക്കുന്ന പോലെ തോന്നിയ ആ രൂപം അവളെ കണ്ണുകൾ കൊണ്ട് മൂടി. ഒരു നിമിഷം അവൾ തളർന്നു. കരച്ചിൽ തൊണ്ടവരെ എത്തി. ദാസാ. ഒരമ്മയുടെ മാതൃവേദന മുഴുവൻ ആ വിളിയിൽ നിറഞ്ഞു നിന്നു. ആ സമയം തന്നെയായിരുന്നു ദുർഗയും ഏട്ട എന്ന് മുറുകെ വിളിച്ചത്. എന്നാൽ അതിനുമുമ്പേ വലത് കൈ ഉയർത്തി അവൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, നിർത്ത്. ആ ഒരൊറ്റ വാക്കിൽ കോവിൽ മുറ്റം മുഴുവൻ നിശബ്ദമായി. ആരും ശ്വാസമെടുക്കാൻ പോലും ധൈര്യപ്പെട്ടില്ല. ദാസിന്റെ അടുത്ത് നിന്നിരുന്ന കേശു അവനെ നോക്കി. അവന്റെ കണ്ണുകളിൽ സംശയവും അത്ഭുതം ഒരുമിച്ച് പൊട്ടിമുളച്ചു. എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നത്? ദാസ് മാത്രം ഒരിടവുമില്ലാത്ത ഉറച്ച നോട്ടത്തോടെ അവരുടെ മുമ്പിൽ നിന്നു. ഇനി പറയാൻ പോകുന്ന വാക്കുകൾ പലരുടെയും ജീവിതത്തിന്റെ ദിശ മാറ്റുമെന്ന് അവന്റെ മുഖം തന്നെ പറഞ്ഞു. ക്ഷേത്രശ്രീ കോവിലിന് മുമ്പിലെത്തിയ ദാസൻ ഒരു നിമിഷം നിന്നു. ചുറ്റും കണ്ണോടിച്ചു. ഒരു വശത്ത് നൈനികയുടെ അച്ഛനും അമ്മയും മുത്തശ്ശിയും കൂടെ മീരയും, മറ്റൊരു വശത്ത് തന്റെ അമ്മാവനും അമ്മായും ചീരുവും നീലുവും അവളുടെ മുത്തശ്ശി നാണിയും, പിന്നിൽ എപ്പോഴത്തെയും പോലെ നിഴലായി നിന്ന തന്റെ ചങ്കുബ്രോ കേശു. ആ കാഴ്ച മുഴുവൻ മനസ്സിൽ ഉറപ്പിച്ച ശേഷം ദാസ് ശ്രീകോവിലിന്റെ മുമ്പിൽ നേരെ നിന്നു. കൈകൂപ്പി ആ ബിംബത്തോട് ആഴത്തിൽ തൊഴുതു. ആ തൊഴലിൽ ഒരപേക്ഷയുണ്ടായിരുന്നു, ഒരു സാക്ഷ്യവും ഉണ്ടായിരുന്നു. അതിലുപരി ഉറച്ചൊരു തീരുമാനത്തിന്റെ ഭാരവും. അവൻ തല ഉയർത്തിയപ്പോൾ അവിടെ നിന്നവർക്കെല്ലാം വ്യക്തമായി മനസ്സിലായി, ഇനി നടക്കാൻ പോകുന്ന സാധാരണ ഒരു സംഭാഷണമല്ല. അവരുടെ മനസ്സിൽ ഒരുപാട് പ്രതീക്ഷകൾ നിറഞ്ഞെന്ന നിമിഷം തന്നെ അകത്തുനിന്ന് തിരുമേനി താലുമായി പുറത്തേക്ക് വന്നത് ആ കൂട്ടത്തെ ഒറ്റ നിമിഷം നിശബ്ദമാക്കി. ദാസ് തിരുമേനിയെ നോക്കി ചിരിച്ചു. ശാന്തമായി കൈകൾ മുന്നിലേക്ക് നീട്ടി. തിരുമേനി അവന്റെ കയ്യിൽ ഒരു രചന വെച്ച് കൊടുത്തു. അതിൽ നിന്നൊരു നുള്ള ചന്ദനം, ശേഷം ഒരു മഞ്ഞ ചരട്, അതിൽ കോർത്തൊരു താലി. ദാസ് അത് ഇരു കൈകളിലും ഭക്തിയോടെ ഏറ്റുവാങ്ങി. അവൻ തിരിഞ്ഞ് നൈനികയുടെ അടുത്തേക്ക് നടന്നു. നിശ്ചയവും ധൈര്യവും നിറഞ്ഞ ശബ്ദത്തിൽ അവൻ പറഞ്ഞു, എല്ലാവരുടെയും സമ്മതത്തോടെ ഞാനൊരു പെണ്ണിനെ സ്വന്തമാക്കാൻ പോകുന്നു. ആ വാക്കിൽ കേട്ടത് നൈനികയുടെ ഹൃദയം ആനന്ദത്തിൽ തുള്ളിച്ചാടി. താൻ ഉപയോഗിച്ച എല്ലായിടവും തന്ത്രവും ഇപ്പോൾ വിജയത്തിന്റെ വക്കിൽ. ഇനി ദാസിന്റെ താലി തന്റെ കഴുത്തിലേക്കാണ്. അവൾ കണ്ണുകൾ നിറഞ്ഞ് അവനെ നോക്കി. അതേസമയം നൈനികയുടെ കുടുംബത്തിന്റെ മുഖങ്ങളിൽ അവിശ്വസനീയമായ സന്തോഷം പടർന്നു. ഒരിക്കലും ചിന്തിച്ചില്ല ഈ മണ്ണിൽ നിന്നൊരു മനുഷ്യൻ തങ്ങളുടെ കുടുംബത്തിലേക്ക് ഇങ്ങനെ വന്നു ചേരുമെന്ന്, അതും തങ്ങളുടെ കൊച്ചുമകൻ. അതുതന്നെ അവർക്കുള്ള ഏറ്റവും വലിയ അഭിമാനവും സന്തോഷവുമായിരുന്നു. പക്ഷേ അവിടെ നിന്ന് ഒരാളുടെ ഹൃദയം മാത്രം ഇതെല്ലാം അറിയാതെ നിശബ്ദമായി വിങ്ങിക്കൊണ്ടിരുന്നു. കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിപ്പോകുമെന്ന് മറ്റുള്ളവർ കണ്ടാൽ താൻ ഉള്ളിൽ പൊട്ടിക്കരയുകയാണെന്ന് എല്ലാവർക്കും മനസ്സിലാവുമെന്ന ഭയത്തിൽ ചീരു കണ്ണുകൾ മുറുക്കെ അടച്ചു. കൈകൾ കൂപ്പി ഭഗവതിയുടെ മുന്നിൽ നിന്നു. നൈനികക്ക് അടുത്തായി നിന്ന ആ നിമിഷത്തെ അവൾ ഉള്ളിൽ ശപിച്ചു. ഓടി രക്ഷപ്പെടാമായിരുന്നു. ഇറങ്ങിപ്പോയാൽ എന്താവുമെന്ന് പോലും ആ സമയത്ത് അവൾ ചിന്തിച്ചില്ല. അപ്പോഴാണ് അവളുടെ കഴുത്തിലെ ഒരു തണുത്ത സ്പർശം. അവളൊന്ന് പൊള്ളിപ്പിടഞ്ഞു. കണ്ണുകൾ വലിച്ചിറന്നപ്പോൾ അവൾ കണ്ടത് തന്റെ കഴുത്തിലേക്ക് ആലിലെ താലി അണിയിക്കുന്ന ദാസനെ. ആ നിമിഷം കണ്ണിലൂടെ ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർ പോലും തന്നെ നോക്കിച്ചിരിക്കുന്നുവെന്ന് അവൾക്ക് തോന്നി. അവളുടെ ദൃഷ്ടി ദാസന്റെ മുഖത്തിൽ നിന്ന് പതുക്കെ വഴുതി ക്ഷേത്രത്തിലെ ഭഗവതിയിലേക്ക് മാറി. ചുണ്ടുകൾ വിറച്ചെങ്കിലും ഒരു വാക്ക് അവൾ മറന്നില്ല. അമ്മേ. അത് പ്രാർത്ഥനയായിരുന്നു, ഏൽപ്പിക്കലായിരുന്നു. അവളുടെ കണ്ണുകൾ അവന്റെ മുഖത്തിൽ നിന്നും തെന്നിമാറി അതേ നിമിഷം തന്നെ അവൻ സിന്ദൂരം അവളുടെ നെറ്റിയിൽ പതിപ്പിച്ചു കഴിഞ്ഞിരുന്നു. ശേഷം ഇലച്ചീന്തിൽ നിന്നൊരു നുള്ള ചന്ദനം തോണ്ടി അവളുടെ നെഞ്ചിലേക്ക് തൊട്ടുവെച്ചു. തിരുമേനിയുടെ തട്ടിൽ നിന്ന് ആ രണ്ട് മാലകളും എടുത്ത് അവർ പരസ്പരം കഴുത്തിലേക്ക് മാറിയിട്ടു. അവളെ തന്നെ തോളോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, ഇതാണ് എന്റെ ഭാര്യ ശ്രീദേവി കാളിദാസൻ, എന്റെ ചീരു. ആ വാക്കിൽ കേട്ടതും കേളുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. ശാന്തമ സന്തോഷം കൊണ്ട് കണ്ണുകൾ തുടച്ചു. നീലൊരു കള്ളച്ചിരിയോടെ കണ്ണിറുക്കി. പറഞ്ഞില്ലേ ഒടുവിൽ അവൻ നിന്റേതാവുമെന്ന്. ഈ സമയത്ത് പാടില്ലായിരുന്നെങ്കിലും നമ്മുടെ നാണി മുത്തശ്ശി അവിടെ ഒരു ഗോളടിച്ചു. കയ്യിൽ പിടിച്ചിരുന്ന തോർത്ത് മടക്കി അവർ ഉറക്കെ പറഞ്ഞു, അയ്യോ ഈ വെളിയാണോ നീ ഇഷ്ടപ്പെട്ടത്? ഞാൻ കരുതിയത് ആ കെട്ടുപോടി നിക്കറൂട്ട കുട്ടിയാണെന്നാ. ആ ഭഗവതി, നമ്മുടെ ചീരുവല്ലേ ജയിച്ചത്. ക്ഷേത്രമുറ്റം മുഴുവൻ നിമിഷം നിശബ്ദം. ദാസ് ചീരുവിനെ നോക്കിയും ചിരിച്ചു. ചീരു തലവിരിച്ച് അമ്മയെപ്പോലെ ഭഗവതിയെ നോക്കി. നൈനികയുടെ മുഖത്ത് നിറം പതുക്കെ മങ്ങിയപ്പോൾ നാണിമുത്തശ്ശി അവസാനത്തെ പഞ്ചു കൂടെ അടിച്ചു. എന്തായാലും പെണ്ണിനെ തെരഞ്ഞെടുക്കാൻ ഈ ചെക്കന് നല്ല കണ്ണാ. കാട്ടുമുക്കിലിരുന്ന അസലും മുത്തിനെ തന്നെ കണ്ടുപിടിച്ചല്ലോ. അങ്ങനെ ആ മാരിയമ്മൻ കോവിൽ സാക്ഷിയായി പ്രണയത്തിനും ധൈര്യത്തിനും ഒടുവിൽ ചീരുവിന്റെ പ്രണയവും. കണ്ണുകൾ ചുരുക്കുന്ന ആണിമുത്തശ്ശി അരുന്ധതി തമ്പുരാട്ടിയുടെ നേരെ നോക്കി. ചുണ്ടിൽ കയ്പും ശബ്ദത്തിൽ തീക്ഷ്ണതയോടെ, അയ്യോ ഇത് നമ്മുടെ വല്യമ്പ്രാട്ടിയല്ലേ, വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുന്ന് പോയ ആള്.
എനിക്ക് അങ്ങോട്ട് ഒറ്റ നോട്ടത്തിൽ അങ്ങ് മനസ്സിലായില്ല കേട്ടോ. ഒരു നിമിഷം നിർത്തി അവർ വീണ്ടും പറഞ്ഞു. അന്ന് ഞാൻ ബംഗ്ലാവിൽ അടിച്ചുടക്കാനും വന്നല്ലേ. എങ്കിലും നിങ്ങൾ ഉപേക്ഷിച്ചു പോയ ദാസ്തംബ്രാന്റെ മകനായി ദാസൻ അറിയോ നിങ്ങൾക്ക്? വാക്കുകൾ കത്തി പോലെ കാറ്റിൽ കുത്തി. എങ്ങനെ അറിയാനാ? ആ കുഞ്ഞിനെ ഒന്ന് കൊന്നുകളയാൻ പറഞ്ഞിട്ടല്ലേ നിങ്ങൾ പോയത്? അരുന്ധതിയുടെ മുഖം വെളുത്തു. പക്ഷേ നിങ്ങൾ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല. കാലമാകുന്ന പാമ്പ് ഇവനെ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളെ തന്നെ മകന്റെ രൂപത്തിൽ കൊണ്ട് നിർത്തുമെന്ന്. അതാണ് വിധി. നാണിമുത്തശ്ശിയുടെ ശബ്ദം ഇപ്പോൾ ഉറച്ചതായിരുന്നു. അന്ന് നിങ്ങൾ സ്വന്തം മകന്റെ പ്രണയം തല്ലിക്കെടുത്തിയപ്പോ ഇന്ന് ആ കൊച്ചുമകൻ തന്റെ വിധി സ്വയം തിരഞ്ഞെടുത്തിരിക്കുന്നു. ആ തീരുമാനത്തിൽ നിങ്ങൾക്കൊരവകാശമില്ലെന്ന് പൂർണ്ണമായി ബോധ്യപ്പെടുത്തലും അവൻ തന്നിരിക്കുന്നു. ക്ഷേത്രമുറ്റത്ത് ഒരു നിശബ്ദത വീണു. ആ നിശബ്ദതയിൽ തകർന്ന് ഒരു തമ്പുരാട്ടിയുടെ അഹങ്കാരം മാത്രമായിരുന്നു. അത്രയും പറഞ്ഞതും ദാസിന്റെ ശബ്ദം വീണ്ടോട് ഉയർന്നു കേട്ടു. ആ ശബ്ദത്തിലെ വിറയിലില്ലായിരുന്നു, പകരം വർഷങ്ങളായി മണ്ണിനടിയിൽ പൊള്ളിക്കൊണ്ടിരുന്ന സത്യം. അതെ, നാണിമുത്തശ്ശി പറഞ്ഞു മുഴുവൻ സത്യ. ആ ഒരു നിമിഷം അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും നോക്കി. അരുന്ധതിയെയും ദുർഗവർമ്മയെയും വിശ്വംഭരനെയും ഒക്കെ. നിങ്ങളെല്ലാവരെയും ഞാൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതേ നൈനികയുടെ കഴുത്തിൽ താലിയിട്ടെന്ന് കാണിക്കാനല്ല. ആ വാക്കൽ കേട്ട നിമിഷം നൈനികയുടെ മുഖത്തെ വിശ്വാസം ഒന്ന് കുലുങ്ങി. ദാസൻ തുടർന്നു. ഒരു താലി കെട്ടുന്നതിനേക്കാൾ വലിയ ഒരുപാട് കാര്യങ്ങൾ ഇന്നിവിടെ തീർപ്പാകാനുണ്ട്. അന്ന് നിങ്ങളൊരു പ്രണയം ചവിട്ടി മതിച്ചപ്പോൾ ജനിച്ച ഒരു കുഞ്ഞാണ് ഞാൻ. ആ കുഞ്ഞിന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഭിക്ഷയായിട്ടല്ല, തൻ്റെ അവകാശമായിട്ടാ. അവന്റെ കണ്ണുകൾ ഇപ്പോൾ അരുന്ധതിയുടെ കണ്ണുകളിലേക്ക് കുത്തിയിറങ്ങി. എൻ്റെ അച്ഛൻ്റെ പ്രണയം നിങ്ങൾ പാപമാക്കി, എൻ്റെ അമ്മയുടെ ജീവിതം നിങ്ങൾ നിശബ്ദമാക്കി, എന്നെ ഇല്ലാതാക്കാൻ പോലും നിങ്ങൾ ശ്രമിച്ചു. പക്ഷേ ഭഗവതി അനുവദിച്ചില്ല. അവൻ ക്ഷേത്രദേവിയുടെ നേരെ ഒന്ന് കൈകൂപ്പി. ഇന്നിവിടെ നിൽക്കുന്ന ദാസൻ നിങ്ങളുടെ കുടുംബത്തിന്റെ അഭിമാനമല്ല, നിങ്ങളുടെ തെറ്റുകളുടെ ജീവിച്ചിരിക്കുന്ന സാക്ഷിയാണ് ഞാൻ. ദാസന്റെ വാക്കുകൾ അവിടെ നിന്നിരുന്ന എല്ലാവരുടെയും നെഞ്ചിൽ ഇടിമിന്നലായി പതിച്ചു. അതുകൊണ്ട് അവന്റെ ശബ്ദം കൂടുതൽ ഉറച്ചു. മുല്ലക്കൽ ബംഗ്ലാവിന്റെ അവകാശികൾ കൊച്ചുമകൾ നൈനികയും കൂട്ടി നാട്ടിൽ നിന്ന് സ്ഥലം വിട്ടോളണം. ഇനി ഒരു അവകാശവും പറഞ്ഞ് ഇവിടേക്ക് വരാൻ പാടില്ല. അവന്റെ കണ്ണുകളിൽ കരുണയില്ല, പക്ഷെ നീതിയുണ്ട്. ഇവള് ചെയ്ത തോന്നിവാസന് കരണടിച്ചുകൂട്ടി എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ അവനൊന്ന് ശ്വാസമെടുത്ത് തുടർന്നു. പെണ്ണിന്റെ ദേഹത്ത് കൈവെക്കുന്ന ഒരു നല്ല പുരുഷന് ചേർന്ന ഗുണമല്ല, അതുകൊണ്ട് മാത്ര ഞാൻ വെറുതെ വിട്ടത്. പിന്നെ അവൻ നേരെ നൈനികയുടെ മുമ്പിലായി വന്നിരുന്നുകൊണ്ട് പറഞ്ഞു. ഞാൻ നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ എപ്പോഴാ? ഞാൻ നിന്റെ കൂടെ US വരുമെന്ന് പറഞ്ഞ എപ്പോഴാ? ഈ നിൽക്കുന്ന ചീരു എനിക്ക് ശല്യാണെന്ന് ഞാൻ എപ്പോഴാടി നിന്നോട് പറഞ്ഞ്? ഓരോ ചോദ്യവും അവിടെ അഹങ്കാരത്തിന് മേൽ വീഴുന്ന അടിയായിരുന്നു. എന്നെ വളർത്തിയ എന്റെ അമ്മായിക്കും അമ്മാവനും വിലയിടാൻ നീ ആരടി? അവന്റെ ശബ്ദം ഇപ്പോൾ ഉച്ചത്തിലായി. അവരാ എന്റെ അച്ഛനും അമ്മയും. ആ നിൽക്കുന്ന മനുഷ്യന്റെ വിയർപ്പും ചോരയും ചേർന്ന എന്റെ ജീവിതം. അതിന് വിലയിടാൻ നിനക്കും നിന്റെ പണത്തിനും ഒരവകാശവും ഇല്ല. അവൻ പിന്നിലേക്ക് തിരിഞ്ഞ് ചീരുവിനെ നോക്കി. ആ നോട്ടത്തിൽ പ്രണയമുണ്ടായിരുന്നു, അഭിമാനമുണ്ടായിരുന്നു, ആശ്രയമുണ്ടായിരുന്നു. ചീരുവിനുള്ള ഈ ജീവിതം ഒരു ഉപകാരമല്ല, അതിന്റെ പ്രതിഫലമല്ല, അതിന്റെ തെരഞ്ഞെടുപ്പാ. അവൻ ഉറച്ച് പറഞ്ഞു. എന്റെ പ്രണയാണ് അവള്, എന്റെ വിശ്വാസം അവള്, എന്റെ എല്ലാമാണ് അവൾ. അവള് കഴിഞ്ഞ് ഈ ലോകത്ത് എനിക്ക് എന്തുള്ളൂ. ആ വാക്കുകൾ കേട്ടപ്പോൾ ചീരുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. അത് കണ്ണീരല്ല, ജീവിതം മുഴുവൻ അവൾക്കായി ഒരാൾ ഉറച്ചു നിൽക്കുന്നതിന്റെ സാക്ഷ്യമായിരുന്നു. ദാസന്റെ വാക്കുകൾ നെഞ്ചിലേക്ക് വെട്ടി വീണതും നൈനിക്ക് താങ്ങാൻ പറ്റിയില്ല. അമ്മയെന്നൊരു ശബ്ദം പോലും പുറത്തു വരാതെ അവൾ പൊട്ടിക്കരഞ്ഞു. രണ്ട് കൈകളും മുഖത്ത് പൊത്തിപ്പിടിച്ച് അവൾ അവിടെ തന്നെ നിന്നു. അവളുടെ കണ്ണുനീർ കണ്ടിട്ടും അവിടെ ഉണ്ടായിരുന്നവർക്ക് ഒരുപാട് സഹതാപം വന്നില്ല. കാരണം അത് സ്വയം വാങ്ങിയ വേദനയായിരുന്നു. അത് കണ്ടിരുന്ന നീലു ഒരു നിമിഷം ദാസിന്റെ അരികിലായി നിന്ന കേശുവിനെ അടിമുടിയെ നോക്കി. കണ്ണുകളിൽ ഒരു കള്ളത്തിളക്കം, ചുണ്ടിൽ ഒരുപാട് അർത്ഥമുള്ള ചിരി. ഇവനാ ഇതിന്റെ പിന്നിലെ സൈഡ് ഹീറോ എന്ന് പറയുന്ന ചിരി. നീലുവിന്റെ ആ നോട്ടം കണ്ടതും കേശു ഒന്നും പറഞ്ഞില്ല, പകരം മനോഹരമായി ചിരിച്ചു. പിന്നെ മനസ്സിലൊരു ഡയലോഗ്. ഇതൊക്കെ ഞാനല്ലാണ്ട് വേറെ ആരാ മാനേജ് ചെയ്യാ? ഹീറോ പണി ദാസൻ ചെയ്യും, കോമഡി റിലീഫ് എന്റെ കയ്യില്. അവിടെ നിൽക്കുന്നവർ ഗൗരവത്തിൽ നിൽക്കുമ്പോൾ കേശുവിന്റെ ചിരി മാത്രം അവിടെ ഉണ്ടായിരുന്നു. ആ ടെൻഷനെ പൊട്ടിച്ചെടുത്ത ഒരു ചിരിച്ചാട്ടമായിരുന്നു. അവനെല്ലാവരെയും നോട്ടം മാത്രം നോക്കി. ഒന്നും പറയാതെ, ഒന്നും കേൾക്കാതെ പോക്കറ്റിൽ നിന്നും ബുള്ളറ്റിന്റെ ചാവി എടുത്തപ്പോൾ അത് ഇരമ്പലല്ല, ഒരു തീരുമാനമാണെന്ന് അവൾക്ക് തോന്നി. കാറ്റുപോലെ അവൻ അവിടെ നിന്ന് നടന്നു നീങ്ങി. പിന്നിൽ നിന്ന് അവർ നിശബ്ദമായി. മുന്നിൽ നിന്ന് അവൾക്ക് മാത്രം നെഞ്ചു തുറങ്ങുന്ന ശബ്ദം. അവനെല്ലാം വ്യക്തമായി പറഞ്ഞിട്ടും ഒരു നോട്ടം പോലും തന്നിലേക്ക് വീണില്ല. ഇപ്പോൾ അവൾക്ക് മനസ്സിലായി, ഇത് അഹങ്കാരമല്ല, ഇത് ദേഷ്യമല്ല, ഇത് വാക്കുകളില്ലാത്ത വേദനയാണ്. അവൻ എന്നോട് പിണക്കമാണെന്ന് അവൾ സ്വയം വിധിച്ചു. പിന്നെ തന്നെ കുറ്റപ്പെടുത്തി. ശരിയാണ്, ഞാനാണ് മണ്ടി, ഞാനാണ് വിട്ടി. നൈനികയുടെ വാക്കുകൾ കത്തി പോലെ നെഞ്ചിൽ കുത്തിയപ്പോൾ ഒരൊറ്റ വാക്ക് പോലും അവനോട് പറയാതിരുന്ന എന്താ? നടന്നെല്ലാം അവനോട് പറയാമായിരുന്നു.
ഒരു നിമിഷം മതിയായിരുന്നു. പക്ഷെ അവൾ മൂടി വെച്ചു, മൗനത്തിൽ ഒളിപ്പിച്ചു. അവനോട് അകന്നു നിന്നില്ല. അവൻ അകറ്റി നിർത്തി, മുഖം വീർപ്പിച്ച് കണ്ണുകളിൽ നിന്ന് ഒഴിവാക്കി. ഒരു ചോദ്യം പോലുമില്ല. അവൻ എത്ര വിഷമിച്ച് കാണും. അവളൊന്നും പറയാതെ നിന്ന ഓരോ ദിവസവും അവന്റെ ഹൃദയം പതുക്കെ പതുക്കെ പിളർന്നിരിക്കണം. ഇന്ന് അവൻ കാണിക്കുന്ന ഈ അകൽച്ച അത് പ്രതികാരമല്ല, അത് പ്രതിഫലം. അവളുടെ മൗനത്തിന് അവൻ തിരികെ നൽകിയ നിശബ്ദമായ വേദന. ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദത്തിനൊപ്പം കേശവും ദാസനും അവിടെ നിന്നും പാഞ്ഞുപോയി. അതേസമയം കരഞ്ഞു വിഷമിച്ച് നിൽക്കുന്ന നൈനികയെ വിളിച്ചുകൊണ്ട് മുല്ലക്കൽ അംഗങ്ങൾ ബംഗ്ലാവിലേക്ക് കാറ് പാഞ്ഞു. ഈ യാത്രയ്ക്ക് തിരിച്ചുവരവില്ലെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. പിന്നിൽ ബാക്കിയായി നിന്നത് വാക്കുകളില്ലാത്ത നിശബ്ദത മാത്രം. നീലുവിന്റെ കൈപിടിച്ച് വീട്ടിലേക്ക് നടക്കുമ്പോഴും ചീരുവിന്റെ മനസ്സ് ഇനിയും മലയുകയായിരുന്നു. വേദന കുറഞ്ഞില്ല, ചിന്തകൾ ശാന്തമായില്ല. എങ്കിലും അവളുടെ നെഞ്ചിൽ ഒളിച്ചിരുന്ന ആലിലെ താലി അപ്പോഴും മന്ദമായി തിളങ്ങി. എല്ലാം കടന്നുപോയിട്ടും അവൾ ഇനി ഒറ്റയില്ല എന്ന സത്യം പറയുന്ന പോലെ. പൊന്നുമോളെ, നീ ഒന്ന് സൂക്ഷിച്ചോ. നീലു പകുതി കളിയിലും പകുതി സീരിയസുമായി പറഞ്ഞു. ഇക്കാര്യങ്ങളും നീ തുറന്ന് ദാസേനോട് പറഞ്ഞില്ലല്ലോ. പുള്ളി ഇപ്പൊ നല്ല കലിപ്പിലാ. ലോഡ് എടുക്കാൻ പോകുന്നത് നിന്നെ നിലത്തടിച്ചില്ലെങ്കിൽ കൊള്ളാം. ഫസ്റ്റ് നൈറ്റും ശ്രദ്ധിച്ചോ, ചിലപ്പോ അത് ലാസ്റ്റ് നൈറ്റ് ആയേക്കും. നീലുവിന്റെ വാക്കുകൾക്ക് പിന്നാലെ അവളുടെ മുഖത്തൊരു ചിരി വിരിഞ്ഞു. ചീരുവിന്റെ ചുണ്ടിൽ ഒരു നിമിഷം പുഞ്ചിരി തൊട്ടുപോയി. അകത്ത് ഹൃദയം ഭയം കൊണ്ട് അലറി വിളിക്കുകയായിരുന്നു. സന്തോഷം നിറഞ്ഞിരിക്കേണ്ട ആ ദിവസം എവിടെയോ കുഴിഞ്ഞു പോകുന്ന പോലെ അവൾക്ക് തോന്നി. ചിരിച്ച മുഖങ്ങൾക്കിടയിൽ അവളുടെ ഉള്ളിലൊരു വിറയൽ മാത്രം. അതുകൊണ്ടാവാം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ദാസൻ അവിടേക്ക് വന്നില്ല. അവന്റെ അഭാവം ഒരു വാക്ക് പോലും പറയാതെ ചീരുവിനോട് പറഞ്ഞു ഇതായിരുന്നു, ഇനിയും മനസ്സുകൾ ഒന്നാവാനുണ്ട്. രാത്രി വീട്ടിലേക്ക് കയറി വന്ന ദാസന്റെ കണ്ണുകൾ ആദ്യം തേടിയത് തന്റെ താലിയണിഞ്ഞ ചീരുവിനെയായിരുന്നു. പക്ഷേ ഉമ്മറത്തും അടുക്കളയിലും വീട്ടുമുറ്റത്തിലും അവളില്ല. ആ നിമിഷം തന്നെ നിരാശ എന്ന വാക്കിന്റെ അർത്ഥം അവന്റെ നെഞ്ചിൽ ഇറങ്ങിയിരുന്നു. ഒന്നും പറയാതെ കയ്യിൽ കൊണ്ടുവന്ന പച്ചക്കറികളും മീനും ശാന്തമ്മയുടെ കയ്യിലേൽപ്പിച്ച് അവൻ നേരെ കുളിക്കാനായി പോയി. തണുത്ത വെള്ളം ശരീരത്തിലൂടെ ഒഴുകിയപ്പോൾ പോലും മനസ്സ് ചൂടോടെ കലങ്ങിക്കൊണ്ടിരുന്നു. കുളി കഴിഞ്ഞിറങ്ങി റൂമിൽ കയറുമ്പോഴും കണ്ണുകൾ വാതിലേക്കായിരുന്നു. ഒരു നിമിഷം പോലും അവൾ വന്ന് ദാസേട്ടാ എന്ന് വിളിക്കുമോ എന്ന പ്രതീക്ഷയിൽ. പക്ഷേ മുറിയിൽ നിശബ്ദത മാത്രം. അവൻ കട്ടിലിന്റെ അരികിലിരുന്ന് ശ്വാസം എടുത്ത് വിട്ടു. അന്നേരം തന്നെയാണ് ശാന്തമ്മ ചോറുമായി മുറിയിലേക്ക് കയറി വന്ന്. അവളുടെ മുഖത്ത് എന്തോ പറയാനുള്ള ഭാരമുണ്ടായിരുന്നു. ദാസന്റെ കണ്ണുകൾ ചോറിലേക്കല്ല, ശാന്തമ്മയുടെ മുഖത്തേക്കായിരുന്നു. ചീരു എന്ന ചോദ്യം അവൻ വാക്കുകളില്ലാതെ നോട്ടത്തിൽ ചോദിച്ചു. ശാന്തമ്മ ഒരു നിമിഷം മിണ്ടാൻ നിന്നു. ആ മൗനം മതി അവനെല്ലാം മനസ്സിലാക്കാൻ. അവളുടെ ആ ഒറ്റ ചോദ്യം തന്നെ ശാന്തമ്മയെ ഞെട്ടിച്ചു. അത് മകളെ അന്വേഷിക്കുന്ന ഒരു ബന്ധുവിന്റെ ശബ്ദമില്ലായിരുന്നു. അധികാരത്തോടെ സ്വന്തം ഭാര്യ അന്വേഷിക്കുന്ന ഒരു ഭർത്താവിന്റെ ശബ്ദം. അടുക്കളയിൽ ഭക്ഷണം കഴിക്കുക, ശാന്തമ്മ മൃദുവായി പറഞ്ഞു. ചോറായിട്ട് ഇവിടേക്ക് ഒരാളോട് പറ. അത് പറഞ്ഞ് ദാസൻ ബെഡിലേക്കിരുന്നു. ശാന്തമ്മ വേഗം ചോറ് പ്ലേറ്റ് മേശമേൽ വെച്ച് പുറത്തേക്ക് പോയി. 10 മിനിറ്റ് പോലും കഴിഞ്ഞില്ല. ചീരു പ്ലേറ്റും കയ്യിൽ പിടിച്ച് വാതിൽക്കൽ താളം ചവിട്ടി. അത് കണ്ടതും ദാസന്റെ ചുണ്ടിലൊരു ചെറുചിരി വിരിഞ്ഞു. കേറുവാ. ദയൊന്നുമില്ലാത്ത തടിപ്പുള്ള ശബ്ദത്തിൽ. ആ ശബ്ദം കേട്ടപ്പോൾ തന്നെ ചീരുവിന് മനസ്സിലായി ചെക്കൻ നല്ല മുടിഞ്ഞ കലിപ്പിലാണെന്ന്. വിറക്കുന്ന കയ്യിൽ ചോറ് പ്ലേറ്റ് പിടിച്ചുകൊണ്ട് അവൾ അവന്റെ മുറിയിലേക്ക് പതുക്കെ കയറി. മുറിയിലേക്കുള്ള ഓരോ ചൂടും അവളുടെ നെഞ്ചിരിപ്പിനോട് മത്സരിച്ചുകൊണ്ടിരുന്നു. ഒരു മൂലയിലേക്ക് കൈ ചൂണ്ടി അവൻ പറഞ്ഞു, അവിടെ ഇരിക്കും. ശേഷം അവനും അവളുടെ ഒപ്പം ചോറും പ്ലേറ്റും കറികളുമായി വന്നിരുന്നു. പേടികൊണ്ട് ചീരുവിന്റെ ഹൃദയം പൊട്ടിച്ചിതറും പോലെ അവൾക്ക് തോന്നി. കാരണം അവളുടെ മുന്നിലിരിക്കുന്നവൻ ആ പഴയ ദാസനല്ല, ഇപ്പോൾ അവൻ അവളുടെ കെട്ടിയോൻ ദാസനാണ്. ഇനിയിപ്പോ ചെക്കനെന്തൊക്കെ കാണിക്കുമാവും എന്നൊരു ഭയം അവളുടെ ഉള്ളിൽ ചലിച്ചു. അപ്പോഴാണ് അവൾ അവനെ കണ്ണോടെ നോക്കിയത്. എന്റെ പൊന്നോ, ചെക്കൻ ഇത്രയും നേരം ഷർട്ട് ഇടാതെയാണ് തന്റെ മുമ്പിലിരുന്ന്. ഒരു നിമിഷം ചീരുവിന്റെ കണ്ണുകൾ തള്ളി. ഒരിക്കൽ പോലും അവൻ ഇങ്ങനെ ഒരു വേഷത്തിൽ അവൾ കണ്ടിട്ടില്ല. കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും അവസരം അവൻ തന്നിട്ടില്ല. അത് തന്നെയായിരുന്നു സത്യം. അവളുടെ കണ്ണുകൾ അവന്റെ ഉരുണ്ടുകയറിയ പേശികളിൽ ഓടി നടന്നു. ഉരുട്ടി കെട്ടിവെച്ച പോലെ. ജിമ്മിൽ പണിയെടുത്തുണ്ടാക്കിയതല്ല. മാർക്കിലിൽ ചുമടെടുത്തും കണ്ടത്തിൽ കഠിനമായി പണിയതും ജീവിതം ചവിട്ടി നേടിയ ശക്തി. അവൾ ആ കാഴ്ചകൾ അറിയാതെ മുഴുകിപ്പോയി. വീണ്ടും അവളുടെ കണ്ണുകൾ അവന്റെ പ്ലേറ്റിലേക്ക് പോയി. വലിയ പ്ലേറ്റ് നിറയെ ചോറും കറിയും. പട്ടണത്തിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് ഒരു പിടി ചോറ് മതി എന്ന കൂട്ടത്തിലായിരുന്നു ദാസൻ. പക്ഷേ ജോലി വിട്ട് നാട്ടിൽ പണിയെടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ആവത് വരണമെങ്കിൽ നന്നായിട്ട് ആഹാരം കഴിക്കണമെന്ന് അമ്മ ശാസിച്ചത്. ചോറ് കഴിച്ചുകൊണ്ട് പൊണ്ണത്തടിയില്ല, പകരം ഉരുട്ടി കയറിയ മസിൽ. കാരണം കഠിനാധ്വാനം തന്നെയല്ലേ. അങ്ങനെ ഒരു ചിന്തയിൽ മുഴുകിന്നിരുന്ന അവളെ അവന്റെ വിളിയാണ് ഉണർത്തിയത്. ആരവായി നോക്കിയിരിക്കുക, തിന്നിട്ട് എഴുന്നേറ്റ് ഓടി. പെട്ടെന്ന് അവൾ വീണ്ടും അവന്റെ പ്ലേറ്റിലേക്ക് നോക്കിയപ്പോൾ പ്ലേറ്റ് കാലിയായി എഴുന്നേറ്റ് പോകുന്നവനെയാണ് കണ്ടത്. അവൾ അവന്റെ പ്ലേറ്റും കൂട്ടാൻ പാത്രങ്ങൾ എടുക്കാൻ ഒരുങ്ങിയായിരുന്നു. അപ്പോഴാണ് മുന്നിൽ നിന്നിരുന്ന അവനെ അവൾ കണ്ടത്. അവൻ വേഗം തന്നെ അവളുടെ പ്ലേറ്റിലേക്ക് നോക്കി. കുഴച്ചിട്ടിരിക്കുന്ന ചോറൊന്നും കഴിച്ചിട്ടില്ലെന്ന് വ്യക്തമായിരുന്നു.
ഒരക്ഷരം പോലും പറയാതെ അവൻ വേഗം അവളെ വീണ്ടും പിടിച്ചിരുത്തി ആ പ്ലേറ്റ് തന്റെ കയ്യിലേക്ക് എടുത്തു. ഓരോ ഉരുളയായി ചോറിന് അവളുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആ പ്രവൃത്തി അവളെ ഒരു നിമിഷം അന്തിപ്പിച്ചു. പിന്നെ അറിയാതെ തന്നെ അവിടെ വായ പിളർന്നു. അവൻ കൊടുത്ത ചോറ് അവൾ സ്വീകരിച്ചു. നിമിഷങ്ങൾക്കകം പ്ലേറ്റ് കാലിയായതും അവൻ വീണ്ടും കൈ കഴുകാൻ എഴുന്നേറ്റ് പോയി. അവൾ എഴുന്നേറ്റ് പോയിട്ട് 10 നിമിഷം കഴിഞ്ഞിട്ടും തന്റെ മുറിയിലേക്ക് തിരിച്ചെത്താത്തത് ദാസന്റെ മനസ്സിൽ ഒരുവിധ അസ്വസ്ഥതയുടെ വിത്ത് വിതച്ചു. അവൻ അടുക്കളക്കോലായിലേക്ക് നടന്നെത്തുമ്പോൾ കണ്ണിൽപ്പെട്ടത് അവളുടെ മുറിയിൽ ഇരുട്ടിനെ ചിന്തി നിൽക്കുന്ന ആ ചെറിയ ബൾബിന്റെ മഞ്ഞ വെളിച്ചമായിരുന്നു. ഒരു നിമിഷം അവൻ അവിടെ നിന്നു. ശേഷം മുറിയുടെ വാതിലരികിൽ നിന്നുകൊണ്ട് കടുപ്പ് നിറഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, വേഗം വാ. അത്രയും മതിയായിരുന്നു. ചീര ഒരക്ഷരം പോലും മിണ്ടാതെ അവന്റെ മുറിയിലേക്ക് നടന്നു. മുറിയിലേക്ക് കയറിയ ആ നിമിഷം തന്നെ അവൻ വേഗത്തിൽ വാതിലടച്ചു. അവൾ തിരിഞ്ഞു നോക്കുന്നതിന് മുമ്പേ അവന്റെ കണ്ണുകൾ അവളുടെ മുഖത്ത് പതിഞ്ഞു. ആ നോട്ടത്തിൽ കോപവും നൊമ്പരവും കുഴഞ്ഞു കിടന്നു. ഒരു നിമിഷം പോലും ചിന്തിക്കാൻ അവൻ അനുവദിച്ചില്ല. അവന്റെ കൈ ഉയർന്നു. അവളുടെ കരണം പൊട്ടി. ശബ്ദം മുറിയിലാകെ പടർന്നു. അടിയേറ്റ ചീര ഒരു നിമിഷം നിലതെറ്റി തളർന്ന് കട്ടിലിന്റെ അരികിലേക്ക് വീണുപോയി. വേദന കവിളിൽ മാത്രം ഒതുങ്ങിയിരുന്നില്ല, അത് അവളുടെ മനസ്സിലേക്കാണ് ആഴത്തിൽ താഴ്ന്നത്. മുറിയിൽ ഒരു നിമിഷം പൂർണ്ണമായ നിശബ്ദത. അവൻ അവളെ നോക്കി നിന്നു. അന്നേരം അവന്റെ ഹൃദയത്തിനുള്ളിൽ കോപത്തേക്കാൾ വലുതായ ഒരു ബോധം തലയുയർത്തി. അവൻ അടിച്ചതല്ല, തന്നെ അവഗണിച്ച് വേദനിപ്പിച്ചുള്ള ശിക്ഷയാണ്. അവളോടുള്ള വിശ്വാസമാണ് ആ നിമിഷം അവനിൽ പൊട്ടിപ്പോയത്. അടിയുടെ ചൂടിൽ അവളൊന്ന് വിറച്ചുപോയി. ശേഷം അവൾ കണ്ണുകൾ ഉയർത്തി അവനെ ഒന്ന് നോക്കി. ആ കണ്ണുകളിൽ വേദനയുടെയും നിസ്സഹായതയുടെയും പൊരുൾ നിറഞ്ഞതായി അവൻ കണ്ടു. ഇതാദ്യമായിട്ടാണ് അവന്റെ കരസ്പർശം താൻ അറിയുന്നത്. അവൻ തന്നെ നോവിച്ചുകൊണ്ട് തന്നെ. അടിയുടെ ചൂടിൽ അവൾ ശരിക്കൊന്ന് വിറച്ചുപോയി. കവിളിൽ കത്തുന്ന വേദനയേക്കാൾ അവളുടെ നെഞ്ചിൽ തുളുമ്പിയത് അപമാനമായിരുന്നു. ശ്വാസമൊതുക്കി അവൾ പതുക്കെ കണ്ണുകളുയർത്തി അവനെ നോക്കി. ആ കണ്ണുകളിൽ അവൻ കണ്ടത് വെറും വേദന മാത്രമല്ല, നിസ്സഹായതയും ഭയവും, ഒപ്പം തന്നെ തന്നെ നഷ്ടപ്പെട്ടൊരു പെണ്ണിന്റെ നിശബ്ദ കരച്ചിലുമായിരുന്നു. ആ കാഴ്ച അവനൊരു നിമിഷം കുത്തിനോവിച്ചു. ഇതാദ്യമായിട്ടാണ് അവന്റെ കരസ്പർശനം അവൾ അനുഭവിക്കുന്നത്. അതും സ്നേഹമായിട്ടല്ല, വേദനയായി. എന്നാൽ അടുത്ത നിമിഷം അവന്റെ ശബ്ദം വീണ്ടും കഠിനമായി. നീ നിന്റെ കഴുത്തിൽ താലിയിട്ടതിനു മുമ്പ് ഞാൻ നിന്റെ ആരായിരുന്നു? അപ്രതീക്ഷിതമായ ആ ചോദ്യത്തിൽ അവൾ നിന്നു. അവൻ അതേ ചോദ്യം വീണ്ടും ആവർത്തിച്ചു, ഇപ്പോഴും അതേ ഭാവത്തോടെ. അവളുടെ ചുരുകൾ വിറച്ച് പറഞ്ഞു, എന്റെ മുറച്ചെറുക്കൻ. അവൻ കണ്ണുകൾ കൂർപ്പിച്ചു. ആണല്ലോ. അത് ചോദ്യമല്ലായിരുന്നു, ഒരു ഉറപ്പിക്കലായിരുന്നു. ശേഷം വേദനയും നൊമ്പരവും ചേർന്ന ശബ്ദത്തിൽ അവൻ പറഞ്ഞു, അപ്പൊ ആ വിവരം കിട്ടവൾ നിന്റെ മനസ്സിലേക്ക് വിഷം കുത്തി വെച്ചപ്പോ നിനക്കൊരു അക്ഷരം പോലും എന്നോട് ചോദിക്കായിരുന്നില്ലേ? ഒരു ഭിത്തിക്കപ്പുറം ജീവിച്ചിരുന്നവരല്ലേ നമ്മളിതുവരെ? എന്തും തുറന്നു ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കിടയിൽ ഉണ്ടാവുന്നത് ഞാൻ വിശ്വസിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവന് നിമിഷം നിശബ്ദനായി. പിന്നെ തന്നെ വേദനിപ്പിക്കുന്ന ഒരു ചോദ്യം കൂടെ അവൻ ചോദിച്ചു. അവന്റെ ശബ്ദം ഇപ്പോൾ, ഞാൻ അവളെ പ്രണയിക്കുന്നു എന്ന് എനിക്ക് തോന്നിയോ? ഞാനങ്ങനെ ചെയ്യോ? അവന്റെ ശബ്ദം ഇപ്പോൾ മൃദുവായിരുന്നു, പക്ഷെ അത് ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നുള്ള വേദനയായിരുന്നു. എനിക്ക് നിന്നോട് മാത്രമായിരുന്നു പ്രണയം, അന്നും ഇന്നും ഇനി എന്നും. അതിന്റെ സാക്ഷ്യ ഇന്നെന്റെ കൈകൊണ്ട് കിട്ടിയ ഈ താലി. അവൻ അവളുടെ കഴുത്തിലേക്ക് നോക്കി. മങ്ങിയ വെളിച്ചത്തിൽ ആലിലെ താലി നിശബ്ദമായി തിളങ്ങിയായിരുന്നു. സീരിയപ്പോഴൊന്നും പറഞ്ഞില്ല. വാക്കുകൾ അവളുടെ തൊണ്ടയിൽ കുടുങ്ങിയിരുന്നു. കണ്ണുകളും തുടച്ചുകൊണ്ട് അവൾ ദാസന് നേരെ നിന്നു. ഉള്ളിൽ കെട്ടിക്കിടന്ന വേദന ശബ്ദമായി മാറുന്നതിന് മുമ്പ് അവൾ ഒരു നിമിഷം ശ്വാസം പിടിച്ചു. പിന്നെ പതുക്കെ പക്ഷെ ഉറച്ച ശബ്ദത്തിൽ അവൾ ചോദിച്ചു, ഞാൻ എനിക്ക് പറഞ്ഞാൽ വിശ്വസിച്ചു. കാരണം നിങ്ങളുടെ പുറകെ നടന്ന് ഞാൻ മാത്രമായിരുന്നു. എന്തിനും ഏതിനും നിങ്ങളെ പിന്തുടർന്ന് ഞാനായിരുന്നു. കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പോലും ഒരു അവസരം ചോദിച്ച് എത്രയോ തവണ ഈ മുറിയുടെ വാതിൽ ഞാൻ വന്ന് നിന്നിട്ടുണ്ട്. ഒരിക്കലെങ്കിലും നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ടോ എന്നെ സ്നേഹിച്ചിരുന്നു, ഇഷ്ടപ്പെട്ടിരുന്നു എന്ന്? ഇന്ന് എല്ലാവരുടെയും മുമ്പിൽ ആ ക്ഷേത്രകളത്തിൽ വെച്ച് നിങ്ങൾ പറഞ്ഞു ഞാൻ നിങ്ങളുടെ എല്ലാം ആണെന്ന്. പക്ഷെ അതിനു മുമ്പ് ഒരിക്കൽ പോലും, ഒറ്റ നിമിഷം പോലും അത് നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ടോ? ഒരു വാക്കിലൂടെ അല്ലെങ്കിൽ ഒരു നോട്ടം കൊണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമുണ്ടെന്ന് എന്നെ അറിയിച്ചിട്ടുണ്ടോ? അങ്ങനെയായിരിക്കെ നൈനിക പറഞ്ഞാൽ വിശ്വസിച്ച് എന്തുകൊണ്ട് തെറ്റായി തോന്നണം? ആ സമയം അവിടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ദാസന് നിശബ്ദമായി നിന്നേക്കാനേ ആയുള്ളൂ. മറുപടി പറയാൻ വാക്കുകളുണ്ടായിരുന്നില്ല. കാരണം അവൾ പറഞ്ഞ ഓരോ വാക്കും സത്യമായിരുന്നു. ഒരു നോട്ടം കൊണ്ടുപോലും തന്റെ പ്രണയം അവളെ അറിയിക്കാൻ താൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ലെന്ന സത്യം അവനെ ഉള്ളിൽ നിന്ന് കുറ്റപ്പെടുത്തി. അവൾ വീണ്ടും സംസാരിച്ചു തുടങ്ങി. ശബ്ദം പതുക്കെ വിറച്ച്, നൈനിക പറഞ്ഞ സത്യം തന്നെയല്ലേ എന്നായിരുന്നു അവളുടെ ചോദ്യം. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ, ബൈക്കിൽ നിങ്ങൾ ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് യാത്ര ചെയ്തു പോകുന്നു എന്നവൾ പറഞ്ഞു. ആ വാക്കുകൾ പറഞ്ഞതോടെ അവളുടെ ഉള്ളിൽ അവസാന കരുത്തും തകർന്നു. അവൾ ഭിത്തിയിലേക്ക് തലചാരി നിന്നു. താങ്ങാനാവാത്ത വേദനയിൽ വിങ്ങിപ്പൊട്ടിക്കരഞ്ഞു. ശബ്ദമില്ലാതെ, പക്ഷേ നെഞ്ചു വിളരുന്ന പോലെ അവളുടെ കരച്ചിൽ മുറിയാതെ നിറഞ്ഞു. ദാസൻ അത് കണ്ടു നിന്നു. ഒന്നും ചെയ്യാനാവാതെ, ഒന്നും പറയാനാവാതെ തന്റെ മൗനമാണ് ഈ കണ്ണുനീരുണ്ടാക്കിയെന്ന തിരിച്ചറിവ് അവനുള്ളിൽ നിന്ന് നിശേഷം തകർത്തുകൊണ്ടിരുന്നു. ഒരു നിമിഷം ഇതെല്ലാം നിശബ്ദമായി കണ്ടിരുന്ന ദാസൻ പതുക്കെ അവളുടെ മുന്നിലേക്ക് വന്ന് സ്ഥാനം ഉറപ്പിച്ചു. കരഞ്ഞിറങ്ങിയ മുഖമായി നിൽക്കുന്ന അവളെ അവനൊന്ന് നോക്കി. അവന്റെ ശ്വാസം തന്റെ കവിളിൽ തട്ടിയപ്പോഴാണ് അവൾ കണ്ണുകൾ തുറന്ന് അവനെ നോക്കിയതും അവളൊന്ന് ഞെട്ടി.
തന്റെ ഇരുവശങ്ങൾ അവന്റെ കൈകൾ കൊണ്ട് ലോക്ക് ചെയ്തിരിക്കുന്നു. അവന്റെ മുഖം തന്നെ മുഖത്തിനരികിൽ അത്രയും അടുത്ത് കണ്ട നിമിഷം അവൾ പൊള്ളിപ്പിടഞ്ഞു. അവൻ അവളെ തന്നെയാണ് നോക്കുന്നത്, കണ്ണുകൾ ഒട്ടും മാറാതെ. പരിതാപം പറഞ്ഞ് കരഞ്ഞെന്ന് തന്നെ എന്തിനാണ് അവനിങ്ങനെ നോക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല. ആ നോട്ടത്തിൽ കോപവും കുറ്റപ്പെടുത്തലും ഇല്ലായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ആഴമുള്ള സ്നേഹവും നിസ്സഹായതയും മാത്രമായിരുന്നു. അവളുടെ ആലോചനകൾ തീരുന്നതിന് മുമ്പ് അവന്റെ ചുണ്ടുകളിൽ ഒരു മനോഹരമായ പുഞ്ചിരി വിരിഞ്ഞു. അത് അവൾക്കായി മാത്രം. പിന്നെ വാക്കുകളില്ലാതെ അവൻ അവൾക്കായി ഒരു ഗാനം മൂളിത്തുടങ്ങി. മൃദുവായി, പതുക്കെ അവളുടെ കരച്ചിലിനെ ആശ്വസിപ്പിക്കുന്ന പോലെ. ആ മൂളിൽ അവൾ കേട്ടതൊരു പാട്ടലായിരുന്നു, ഇത്രനാളും പറയാതെ വെച്ച പ്രണയത്തിന്റെ ശബ്ദമായിരുന്നു. അവളുടെ നെഞ്ചിലെ വിങ്ങൽ പതുക്കെ ശമിക്കുകയായിരുന്നു. അവൾ തിരിച്ചറിഞ്ഞു, ഇവിടെ അവൻ ആദ്യമായി സംസാരിക്കുന്നത് വാക്കുകളിലൂടെയല്ല, ഹൃദയം കൊണ്ടാണെന്ന്. അപ്പോഴാണ് അവളുടെ മനസ്സിലേക്ക് മറ്റൊരു ഓർമ്മ പെട്ടെന്ന് തെളിഞ്ഞു വന്ന്. കഴിഞ്ഞ ദിവസം സ്റ്റേജിൽ ക്ലബിന്റെ പരിപാടിയിൽ ദാസൻ പാടിയ ആ ഗാനം അതെല്ലാവർക്കും മുമ്പിലായിരുന്നെങ്കിലും അതിൽ ഓരോ വരിയും തനിക്ക് തന്നെയായിരുന്നു എന്ന് അവൾ ഇപ്പോൾ തിരിച്ചറിഞ്ഞു. ആ നോട്ടവും ആ ശബ്ദത്തിലെ വിറയിലും അവളുടെ മുഖം തേടിപ്പോയി അവന്റെ കണ്ണുകളെല്ലാം അന്ന് അവൻ ശ്രദ്ധിച്ചിരുന്നില്ല. ഇന്ന് അവൾക്കത് വ്യക്തമായിരുന്നു. അന്ന് അവൻ പാടിയതൊരു പരിപാടിക്ക് വേണ്ടിയല്ല, തന്റെ പ്രണയം ജനങ്ങൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ച ഒരു സ്നേഹസമ്മതമായിരുന്നു. അവൾ അറിയാതെ തന്നെ അവളുടെ പേരിൽ തന്നെയായിരുന്നു ആ ഗാനാലാപനം. അവളുടെ കണ്ണുകൾ വീണ്ടും നനഞ്ഞു. പാടിക്കൊണ്ടിരിക്കുന്ന ദാസന്റെ കണ്ണുകൾ അവളുടെ കണ്ണുകളുമായി കോർത്തു. ശേഷം ആദ്യമായി അവളോട് അവൻ മൊഴിഞ്ഞു, ഐ ലവ് യു സോ മച്ച്. ഒരു നിമിഷം കണ്ണുകൾ കഥ പറഞ്ഞപ്പോൾ സ്വന്തം ശരീരത്തിൽ വന്ന മാറ്റങ്ങൾ. ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളിലേക്ക് നീങ്ങുന്നതിനിടയിൽ ഒന്ന് ചിരിച്ചുകൊണ്ട് അവൾ തന്റെ കൈവിരലുകൾ അവന്റെ കവിളിലേക്ക് തഴുകി. ദാസന്റെ ഹൃദയം ആകാശത്തിലേക്ക് ഉയരുന്ന നിമിഷം അവളുടെ കൈവിരലുകൾ നേരെ പോയി നിന്ന് അവന്റെ ചെവിയിലേക്കായിരുന്നു. അടുത്ത നിമിഷം സൗമ്യയായ ചീരുവിന് പകരം അവിടെ നിന്ന് ശ്രീദേവി എന്ന ഭദ്രകാളിയായിരുന്നു. ചെവി പിടിച്ച് കറക്കിയെടുത്തുകൊണ്ട് അവൾ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു, ഇന്നലെ വരെ നിങ്ങൾ എന്റെ മുറച്ചെറുക്കനായിരുന്നു, ഇന്നു മുതൽ എന്റെ ഭർത്താവാ. സത്യം പറയണം, ഇല്ലെങ്കിൽ ഓർത്തു വെച്ചോ, ഇനി മുതൽ പച്ചവെള്ളം പോലും തരില്ല ഞാൻ. അത് കേട്ടതും ഒരു നിമിഷം മുമ്പ് വരെ പൂവിട്ട് നിൽക്കുന്ന ദാസന്റെ പ്രണയം വെയിലേറ്റ മല്ലിപ്പൂ പോലെ പെട്ടെന്ന് കൊഴിഞ്ഞുപോയി. മുഖത്ത് വേദനയും കണ്ണുകളിൽ പുഞ്ചിരിയും മനസ്സിലൊരൊറ്റ ചിന്തയും, ദൈവമേ വെളുക്കാൻ തേച്ച് പാണ്ടായോ. അവളെ സമാധാനിപ്പിക്കാനുള്ള ശ്രമത്തിൽ ദാസൻ മൃദുവായി പറഞ്ഞു, എടി ഞാൻ അവളായിട്ട് കറങ്ങാൻ പോയതൊന്നുമല്ല. അവളുടെ കാറിൽ പെട്രോൾ തീർന്നു പറഞ്ഞപ്പോൾ പെട്രോൾ വാങ്ങാൻ പമ്പിൽ പോയതാ. അന്നേരം നിങ്ങളുടെ മുമ്പിലൂടെ ഞങ്ങൾ കടന്നുപോയത്. അതിങ്ങനെ ഇത്രയും വലിയ വില കൊടുക്കേണ്ടി വരുന്നത് എനിക്കൊട്ടും അറിയില്ലായിരുന്നു. അത്രയും പറഞ്ഞുകൊണ്ട് ദാസൻ എന്ന ഭർത്താവ് ചീരു എന്ന ഭാര്യയെ ദയനീയമായിരുന്ന ഓട്ടത്തോടെ നോക്കി. അവളുടെ മുഖമൊന്നും മങ്ങിയതും കണ്ണുകളിൽ പിണക്കത്തിന്റെ ശേഷിപ്പുകളും. പക്ഷെ അടുത്ത നിമിഷം തന്നെ ദാസൻ കലിപ്പ് മുകളിലേക്ക് സ്വിച്ച് ചെയ്തു. എന്റെ കോച്ചിങ് വാ, മോളെയല്ലേ ഞാൻ തല്ലിയത്. അവളെന്തെങ്കിലും പറയാൻ മുന്നോട്ട് വരുന്നതിന് മുമ്പേ അവൻ തുടർന്നു, അതിനൊരു മരുന്ന് തരാം. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ കവിളിൽ അമർത്തിയൊരു ചുംബനം കൊടുത്തു. ആ നിമിഷം അവന്റെ ചുണ്ടുകളും കട്ടി കൂടിയ മീശ അവളുടെ കവിളുകളെ ഇക്കിളിപ്പെടുത്തിയപ്പോൾ ചീരു ഒന്ന് ഞെട്ടി. പിന്നെ ചിരിയടക്കാൻ പാടുവിട്ടു. ഏയ് ഏട്ടോ എന്ന് പറയുമ്പോഴും അവളുടെ മുഖം ചുവന്ന് തുടുത്തിരുന്നു. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാണ് ശിക്ഷയും ഇതാണ് ചികിത്സയും. അവൾ മനസ്സിൽ പറഞ്ഞു, ദൈവമേ മനുഷ്യനെ വിശ്വസിക്കരുത്, കലിപ്പും പ്രണയം ഒരേ പാക്കറ്റിലാണല്ലോ. അപ്പോഴവൾ പരിഭവം വിട്ടുകളയാതെ അവനോട് പറഞ്ഞു, ഈ നാട് മുഴുവൻ അവളെയും കൂട്ടുകാരെയും കൊണ്ട് നടക്കിയെല്ലാം കാണിച്ചും പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ. ഈ നാട്ടിലുണ്ടായിട്ടും എനിക്കിതൊന്നും ഒരിക്കലും പറഞ്ഞു തരികയോ കാണിച്ചു തരികയോ ചെയ്തില്ലല്ലോ. വിഷമം നിറഞ്ഞ ശബ്ദത്തിൽ വിതുമ്പി പറയുന്ന അവളെ ദാസൻ കുറച്ചേരം നിശബ്ദമായി നോക്കി. പിന്നെ അവളുടെ മുന്നിലേക്ക് ചിരിച്ചെത്തിന്നോട് പറഞ്ഞു, അവൾക്ക് ഞാൻ കാണിച്ചു കൊടുത്തത് ഈ നാട് കാണുന്ന സാധാരണ കാര്യങ്ങളാണ്. പക്ഷേ അവനും നിർത്തി. അവളുടെ കണ്ണുകളിലേക്ക് നേരെ നോക്കി. ഈ ഭൂമിയിൽ മറ്റാർക്കും കാണിച്ചു കൊടുക്കാത്ത പല കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട്. അവളുടെ കണ്ണുകൾ അതിശയത്തോടെ വലുതായി. അതെല്ലാം അവൻ മൃദുവായി തുടർന്നു, എൻ്റെ ഭാര്യയായ നിനക്ക് മാത്രം അവകാശപ്പെട്ടതാ. ഇനിയുള്ള ദിവസങ്ങളിൽ അത് നിന്നെ കാണിക്കാനും നിനക്ക് പഠിപ്പിച്ചു തരാനാ എൻ്റെ തീരുമാനം. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ കൊടുത്തിരുന്ന കയ്യിലെ മടക്കി കുത്തി മീശ പതുക്കെ ചുരുട്ടി വെച്ചു. വിരലുകൾ നെഞ്ചിലെ രോമങ്ങളിലൊന്ന് ഒഴിഞ്ഞു വിട്ടു. പിന്നെ പ്രണയലോലുപനായ ഒരു ചിരിയോടെ ചീരുവിൻ്റെ അടുത്തേക്ക് പതുക്കെ നടന്നു. തൻ്റെ അരികിൽ നിൽക്കുന്നവൻ്റെ ഭാവം മനസ്സിലാക്കിയ ചീരു അറിയാതെ തന്നെ ഒന്ന് വിറച്ചു. അത് ശ്രദ്ധിച്ച് അവൻ പതുക്കെ അവളുടെ അടുത്തേക്ക് ചേർന്നു. വാക്കുകളില്ലാതെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളെ തേടി. ആ സ്പർശനത്തിൽ അവളുടെ ഹൃദയം ഒരു നിമിഷം നിശ്ചലമായി. പിന്നെ അറിയാത്തൊരു താളത്തിൽ വീണ്ടും മിടിക്കാൻ തുടങ്ങി. അവളവൻ്റെ നെഞ്ചിലേക്ക് ചായുമ്പോൾ അവരിരുവരും അറിയാതെ തന്നെ ബെഡിലേക്ക് വീണിരുന്നു. അവിടെ ശബ്ദങ്ങളെക്കാൾ ശക്തമായത് ശ്വാസങ്ങളായിരുന്നു. വാക്കുകളേക്കാൾ ആഴമുള്ളത് ഹൃദയങ്ങളുടെ ഭാഷയും. പ്രണയത്തിന്റെ പുതിയ മേച്ചിൽപ്പുറങ്ങൾ അവർ രണ്ടുപേരും ഒരുമിച്ച് അന്വേഷിച്ചു. ഇന്നോളം പറയാൻ കഴിയാതെ പോയ വാക്കുകളും ഒളിപ്പിച്ചു വെച്ച വേദനകളും അവിശ്വാസത്തിന്റെ നിഴലുകളും ആ രാത്രിയിൽ നിശബ്ദമായി അകന്നുപോയി. അന്നത്തെ രാത്രി
അത് വെറുമൊരു രാത്രിയായിരുന്നില്ല. അത് പരസ്പരം മനസ്സിലാക്കലിൻ്റെ, വിശ്വാസത്തിൻ്റെ, പുതുതായി ആരംഭിക്കുന്ന ഒരു ജീവിതത്തിൻ്റെ തുടക്കമായിരുന്നു. ആ രാത്രിയിൽ അവർ ജീവിതത്തിൻ്റെ പല അർത്ഥങ്ങളും മൗനത്തിൽ തന്നെ ഒരുമിച്ച് കണ്ടറിഞ്ഞു. അവൻ പലതും അവളെ പഠിപ്പിച്ചു കൊടുത്തു. അവളും അറിയുകയായിരുന്നു അവൻ്റെ വിയർപ്പിന് ഉപ്പുരസം കൂടുതലാണെന്ന്. 10 മണിയോടെ ദാസൻ മാർക്കറ്റിൽ ജോലിക്ക് പോകാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവൻ്റെ കണ്ണിൽപ്പെട്ടത് തൻ്റെ ബൈക്കിൽ ചാരി നിൽക്കുന്ന കേശുവിനെയും ആ ബൈക്കിന്റെ കണ്ണാടിയിൽ പിടിച്ചു നിൽക്കുന്ന നീലുവിനെയുമായിരുന്നു. രണ്ടും തമ്മിൽ നോക്കുന്നുണ്ട്, പക്ഷെ ഒരു വാക്കും മിണ്ടുന്നില്ല. എന്തോ പറയാനുണ്ട്, പക്ഷെ പറയാതെ ഉള്ളിൽ ഒതുക്കിയിട്ടുള്ള ആ നിശബ്ദത തന്നെ ദാസന് മനസ്സിലാക്കി കൊടുത്തു. അവരിലും ഒരു പ്രണയം ഇനിയും പേരിടപ്പെടാത്ത വിധത്തിൽ തളിർക്കുകയാണെന്ന്. ഒന്നും പറയാതെ ദാസൻ അവരിലേക്ക് തന്നെ നടന്നു ചെന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ അവനെ നോക്കി. ഒറ്റ രാത്രി കൊണ്ട് ചെക്കനൊന്ന് ഉടഞ്ഞിട്ടുണ്ട്. നിന്റെ കെട്ടിയോളെവിടെടാ എന്ന് കേശു കളിയോടെ ചോദിച്ചപ്പോൾ ദേ അവളുടെ കൂട്ടുകാരിയും നിൽക്കുന്നു എന്ന് നീല് കൂട്ടിച്ചേർത്തു. ആ വാക്കുകൾ കേട്ടുണ്ടായിരുന്ന അകത്തുനിന്നും ചീരി പുറത്തേക്ക് ഇറങ്ങിയത്. എന്നും പോലെ പാവാടയിലല്ല ഇന്ന്, അവളൊരു സാരിയിലാണ്. നെറുകയിൽ ചുവന്ന സിന്ദൂരം, കഴുത്തിൽ ആലിലെ താലി. അവളെ പൂർണ്ണമായി ഒരു ഭാര്യയാക്കി മാറ്റിയ അടയാളങ്ങൾ. മുഖത്തെ ചുവപ്പ് തുടുത്തിരുന്നു, കണ്ണുകളിൽ ഒളിച്ചൊരു ലജ്ജ. ചെക്കൻ ക്ലാസ് എടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി നീലുവിന്റെ ചുണ്ടിൽ അറിയാത്തന്നെ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അപ്പോഴാണ് പെട്ടെന്ന് ആ വീടിന്റെ വാതിൽപ്പടിയിലേക്ക് ഒരു ഓടി കാർ വന്ന് നിന്ന്. എല്ലാവരും തിരിഞ്ഞു നോക്കി. ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങിയത് പ്രതീക്ഷിക്കാത്ത ഒരാളായിരുന്നു, മീര, നൈനികയുടെ ഉറ്റ സുഹൃത്ത്. അവളവരുടെ അരികിലേക്ക് നടന്നു വന്നു. ഒരു ചെറിയ പുഞ്ചിരിയോടെ എല്ലാവരെയും മാറി മാറി നോക്കി. അവസാനം അവളുടെ കണ്ണുകൾ ദാസിൽ തന്നെ ഉറച്ചു. അവൾ ശാന്തയായി പറഞ്ഞു തുടങ്ങി. ദാസ, ഞങ്ങൾ തിരികെ പോവാ. ഇനി ഈ നാട്ടിലേക്ക് വന്ന് നിങ്ങൾ ആരെയും ഞങ്ങൾ ശല്യപ്പെടുത്തില്ല. ഒരു നിമിഷം നിശബ്ദത. പിന്നെ അവൾ തുടർന്നു. എന്തോ കണ്ടിട്ട് പോകണമെന്ന് തോന്നി. മിണ്ടാതെ പോയാ അതൊരുപാട് കാലം ഉള്ളിൽ ഒരു ഒളിച്ചോട്ടായിട്ട് മാറിയെന്ന് തോന്നി. ക്ഷമിക്കണം, തെറ്റുപറ്റിപ്പോയി. ഞങ്ങൾ യാന്ത്രികമായ ലോകത്ത് വളർന്ന പെൺകുട്ടികളാ, എല്ലാം കൈവശം വയ്ക്കാൻ മാത്രം ശീലിച്ചവർ. അവളുടെ ശബ്ദമൊന്ന് മൃദുവായി. പക്ഷേ നിങ്ങളുടെ നാട്ടിൽ വന്നപ്പോൾ വല്ലാത്തൊരു സന്തോഷം ഞങ്ങൾ അനുഭവിച്ചു. ഒരു നിമിഷം നിൽക്കാതെ അവൾ തന്നെ തിരുത്തി. അത് സന്തോഷമല്ല, സ്വാതന്ത്ര്യം. ഒരിക്കലും കിട്ടാത്ത സ്വാതന്ത്ര്യം, സ്നേഹം, പരിചരണം, സുരക്ഷിതത്വം, ഇതെല്ലാം നിങ്ങളിൽ നിന്ന് ഞങ്ങൾ കിട്ടി. അവൾ ദൂരെ നോക്കി. അപ്പോഴാണ് ഒരു ചിന്ത വന്ന്, ഇത് സ്വന്തമാക്കിയ എന്നേക്കുമായി സ്വന്താവില്ലേ എന്ന്. വാക്കുകൾ അവിടെ അവസാനിച്ചെങ്കിലും അവൾ പറഞ്ഞ എല്ലാവർക്കും മനസ്സിലായിരുന്നു, ചിലതൊക്കെ പിടിച്ചെടുക്കാനുള്ളതല്ല, അവ മനസ്സിലാക്കി വിടേണ്ടതാണെന്ന്. ദാസനൊന്നും പറഞ്ഞില്ല. ഒരു നിശബ്ദമായ അംഗീകാരം പോലെ അവൻ തലകുനിച്ചു. ചീരയോടെ കണ്ണുകളിലേക്ക് നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ഇതെല്ലാം കേട്ടുന്ന ദാസൻ പെട്ടെന്ന് മീരയോട് ചോദിച്ചു, ഇതൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചെന്ന ആളെവിടെയാ? മീര നിമിഷം മിണ്ടാതിരുന്നു. ശേഷം മന്ദാസത്തോടെ കാറിലേക്ക് കണ്ണുകെട്ടി പറഞ്ഞു, അവള് നിങ്ങളുടെ മുമ്പിലേക്ക് വരാനുള്ള യോഗ്യതയില്ലെന്ന് അവൾക്ക് തന്നെ തോന്നി. അതുകൊണ്ടാ കാറിൽ തന്നെ ഇരിപ്പുറപ്പിച്ച്. ഇതെല്ലാം നിങ്ങളോട് പറയണമെന്നും മാപ്പ് പറഞ്ഞായിട്ട് അറിയിക്കണമെന്നും അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ദാസൻ അത് കേട്ടതും ചിരിച്ചു. ആ ചിരിയിൽ പരിഹാസമില്ലായിരുന്നു, വൈരാഗ്യവും ഇല്ലായിരുന്നു. പകരം ഒരടഞ്ഞ മനസ്സിന് തുറന്ന വാതിൽ പോലെ ഒരു ശാന്തത. അവൾക്ക് മാത്രം എൻ്റെ അരികിലേക്ക് വരാം. അത് കേട്ടും ഇത്ര ഒരു നിമിഷം പോലും താമസിച്ചില്ല. വേഗത്തിൽ കാറിലേക്ക് ഓടി. ഡ്രൈവിംഗ് സീറ്റ് ഡോർ തുറന്നു. അകത്ത് തലകുനിച്ചിരിക്കുന്ന നൈനികയോട് കാര്യം ചുരുക്കി പറഞ്ഞു. ദാസൻ വിളിക്കുന്നു. ആ വാക്ക് കേട്ടപ്പോൾ നൈനികയുടെ വിരലുകളൊന്ന് വിറച്ചു. ഇതുവരെ പിടിച്ചിരുന്ന ധൈര്യം ഒരു നിമിഷം തളർന്നതുപോലെ. ഒരു ദീർഘശ്വാസം എടുത്ത് അവൾ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. കാൽവെപ്പുകൾ പതുക്കെ, തല കുനിഞ്ഞ്, കണ്ണുകളിൽ കണ്ണുനീരിന്റെ തിളക്കം. അവൾ ദാസന്റെ മുന്നിലെത്തി. ഒരു നിമിഷം വാക്കുകൾ അവളെ വിട്ടുനിന്നു. അവളുടെ നിശബ്ദത തന്നെ അവൾ പറയാൻ ശ്രമിച്ചിരുന്ന 1000 വാക്കുകളേക്കാൾ ശബ്ദമുള്ളതായിരുന്നു. ദാസൻ അവളെ നോക്കി, കഠിനമായിട്ടല്ല, മൃദുവായി. ഒരു മനുഷ്യനെ പോലെ വിധിയിടാനല്ല, അവസാനിപ്പിക്കാൻ. നൈനിക, അവൻ പറഞ്ഞു. അവളുടെ പേരവിടെ ഒരു ശിക്ഷയായിരുന്നില്ല, ഒരടച്ചുപൂട്ടൽ മാത്രമായിരുന്നു. ക്ഷമിക്കണം, അവൾ തലകുനിച്ച് പറഞ്ഞു. ഒരുപാട് നല്ല ഓർമ്മകൾ തന്ന ഈ സുഹൃത്തിനെ ഞാൻ ഒരിക്കലും മറക്കില്ല. ദാസൻ മറുപടി പറഞ്ഞില്ല. പകരം അവനൊരുപടി മാറി നിന്നു. അത് തന്നെയായിരുന്നു അവൾക്ക് ലഭിച്ച ഏറ്റവും വലിയ മറുപടി. നൈനികയുടെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷെ അവൾ കരഞ്ഞില്ല. കരയാൻ പോലും അവകാശമില്ലെന്ന് അവൾക്ക് അറിയാമായിരുന്നു. അവൾ പതുക്കെ തിരിഞ്ഞു. മിത്രയും മീര അവളുടെ പിന്നാലെ നടന്നു. കാറിന്റെ ഡോറടഞ്ഞു. എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് കാർ മുന്നോട്ട് നീങ്ങി. ആ പൊടിപ്പാതയിൽ ഒരു ബന്ധത്തിന് അവസാനമായി. ചീരുദാസന്റെ അരികിൽ നിന്നിരുന്നു. അവൾ അവന്റെ കൈവിരലുകൾ തന്റെ വിരലുകളിൽ ചേർത്തു. അവൻ അവളെ നോക്കി. അവൾ ചിരിച്ചു. അവിടെയൊന്നും പറയേണ്ടതില്ലായിരുന്നു. കാരണം സംസാരിച്ചു തീർക്കേണ്ടത് ഇനി അവർക്കിടയിലൊന്നും ശേഷിച്ചിരുന്നില്ല. ഇതെല്ലാം കണ്ടുനിന്നിരുന്ന കേശു അവസാനം തന്റെ സ്വഭാവം വിട്ടില്ല. ഒരു ചിരിയോടെ അവൻ പറഞ്ഞു, നിക്കറിട്ടിരുന്നവളും പോയി, ഇടാനിരുന്നവളും പോയി, ഇനി സാരി ഇട്ടിരിക്കുന്നവളും സഹായിക്കണം, അല്ലേ അളിയാ? അത് കേട്ടതും നീല കണ്ണുകൾ കൂർപ്പിച്ചു. ഒരു നിമിഷം പോലും ആലോചിച്ചില്ല. അവിടെ കിടന്നിരുന്നൊരു വടി പിടിച്ചെടുത്ത് കേശുവിന്റെ പിന്നാലെ ഓടി. ഓടിക്കൊണ്ടിരിക്കുക അവൾ വിളിച്ചു പറഞ്ഞു, നിക്കടാ, നിന്റെ നിക്കറിന്ന് ഞാൻ തന്നെ വലിച്ചു ഭിത്തിയിൽ ഒട്ടിക്കും, വൃത്തിയിട്ടവനെ. കേശു ചിരിച്ചുകൊണ്ട് ഓടുന്നു. നീരു വടിയെടുത്ത് പിന്നാലെ ഓടുന്നതും കണ്ട്
മുറ്റം മുഴുവൻ ചിരിയിൽ മുങ്ങി. അതുകൊണ്ട് ചീരുവും ദാസനൊരു വശത്ത് നിന്നു. ദാസൻ ചീരുവിന്റെ കൈകൾ തന്റെ കൈകളിൽ ചേർത്ത് പിടിച്ചു. രണ്ടുപേരുടെയും കണ്ണുകളിൽ അതേ ചിരി, അതേ ആശ്വാസം, അതേ സന്തോഷം. കലഹങ്ങളും കണ്ണീരും അവിശ്വാസങ്ങളും പിന്നിലാക്കി ചിരിയോടെ സ്നേഹത്തോടെ കൂട്ടായി അവർ പുതിയൊരു ജീവിതത്തിന്റെ ആരംഭത്തിലേക്ക് നടന്നു നീങ്ങി. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. താങ്ക്